ബിലായി മാർത്തോമ ഇടവകയുടെ 64ാമത് ഇടവക ദിനത്തോടനുബന്ധിച്ച് കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് സൂസന ബ്രാവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസവും ഈ ഇടവകയിലായിരുന്നും ദൂരത്തായിരുന്നും കർത്താവെ, നിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. നാഥ, ഈ കോവിഡിൻ്റെ സമയത്ത് എങ്ങനെ കൺവെൻഷൻ നടക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്ന സമയത്ത് കർത്താവെ, അതിന് ഒരു തടസ്സവും വരാതെ കർത്താവെ, ഞങ്ങൾക്ക് ഭവനത്തിലിരുന്ന് ദേവാലയത്തിലിരുന്ന് നിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്നലെ ഞങ്ങൾ കേട്ട വചനത്തിനായി പ്രത്യേകം നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളെ സ്നേഹിച്ച് കരുതി കരുണയോടെ ഞങ്ങളെ നോക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വചനത്തിലൂടെ ഇന്നലെ ഞങ്ങൾ കേൾക്കുവാനിടയായ നിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. നാഥ, അത് ജീവിതത്തിൽ എപ്പോഴും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ മുഴുവനും അത് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ കർത്താവെ ഞങ്ങൾക്കെല്ലാവർക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് തന്ന ഈ ജീവിതം കർത്താവെ നിനക്ക് വേണ്ടി ജീവിപ്പാൻ കർത്താവെ ഞങ്ങൾക്കെല്ലാവർക്കും സഹായിക്കണം. കർത്താവെ, കൺവെൻഷൻ 2ാമത്തെ ദിവസത്തെ പൂർണ്ണമായും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, വചനം പറയുന്ന സന്തോഷത്തിനെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ വിളിച്ചറിയിപ്പാൻ തക്കവണ്ണം നിൻ്റെ മകനെ പരിശുദ്ധാത്മാവിൽ നിറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല നാഥ, പിന്നെയോ നിൻ്റെ വചനം കേട്ട് ഞങ്ങൾ തൃപ്തി പ്രാപിച്ച് ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജോബി അച്ഛനെ പ്രത്യേകം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, കൊടുത്തിരിക്കുന്ന ആത്മീക തീഷ്ണതയ്ക്കായി സ്തോത്രം. കർത്താവെ, അനേക ആത്മാക്കളെ നിങ്ങളിലേക്ക് ആദായപ്പെടുത്തുവാൻ പ്രിയമകനിലൂടെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആത്മാക്കളെ നിനക്ക് വേണ്ടി നേടിയെടുക്കുവാൻ അപ്പാ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്നതിനാകുമെന്ന് നീ ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. കർത്താവെ, നിൻ്റെ മകനെ കുടുംബമായി നീ മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ, രോഗികളായിരിക്കുന്നവർ, ഭാരത്തിലിരിക്കുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ എല്ലാവരെയും അപ്പ ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നീ പ്രവർത്തിക്കണം. ഇന്നത്തെ വചന കേൾവി അവർക്ക് ആശ്വാസത്തിനും രോഗസൗഖ്യത്തിനും സമാധാനത്തിനും ഇടയാക്കണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടവകയിലുള്ള സകല കുടുംബങ്ങളെ ഒരു പ്രാവശ്യം കൂടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവെ, ഇന്ന് വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറവിൽ നിന്നുകൊണ്ട് വചനം പറയുവാനും പരിശുദ്ധാത്മാവിൻ്റെ അതേ നിറവിൽ നിന്നുകൊണ്ട് വചനം കേൾക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനി കർത്താവെ ഫലം കായ്പാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കുറവുകൾ ഓർക്കാതെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളെ മുറ്റും നിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി, ഒരു രാത്രിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപത്തിൻ്റെ ഒരു രാത്രിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിൻ്റെ ഒരു രാത്രിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ മുറ്റും വചനം പറയുന്ന പ്രിയ മകനെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലവും യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. മരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ 2ാമത്തെ ഗീതം നമുക്ക് വേണ്ടിയിട്ട് ഗായക സംഘം, സൺഡേ സ്കൂൾ അധ്യാപകർ ഇപ്പോൾ നമുക്ക് ഗാനം ഭവനങ്ങളിലിരുന്നു കൊണ്ട് നമുക്ക് ഈ ഗാനത്തിൻ്റെ പിന്നാലെ നമുക്ക് പാടാവുന്നതാണ്. ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടാം. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ 2ാമത്തെ ഗീതം. അനുഗ്രഹം ചൊരിയണമേ.
ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് സോങ് നമ്പർ 136, 136 ഗീതം. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് സോങ് നമ്പർ 389, 389 ഗീതം.
ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ബിന്ദു എബ്രഹാം അവരുടെ ക്ഷണിച്ചു. आइए हम प्रार्थना में जाएंगे। हालेलुया हालेलुया। धन्यवाद 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 प्रेमी पिता परमेश्वर, आज के इस सुंदर दिन के लिए धन्यवाद पिता। आपके प्यारे पुत्र प्रभु यीशु के नाम में परमेश्वर, आपने हम सबको ये अद्भुत जीवन दिया। हमारे कलीसिया हम सबको परमेश्वर पिता नाम बनाम आश्रित किया है कि हम तेरे परमेश्वर पिता उपस्थिति में आकर अपने सरों को झुका सकें। आपके अनुग्रह के सिंहासन के सामने बड़े हियाव के साथ आकर परमेश्वर पिता अपने लोगों के लिए परमेश्वर पिता मध्यस्थता की प्रार्थना कर सके, इसके लिए धन्यवाद देते हैं। धन्यवाद देते हैं पिता परमेश्वर आपकी असीम कृपा और दया के लिए। आपने परमेश्वर पिता इस कोविड के सिचुएशन में परमेश्वर पिता जब कितने ही लोग परमेश्वर पिता विभिन्न कारणों से इस दुनिया को छोड़कर चले गए प्रभु जी, आपने हमारे कलीसिया के हर एक सदस्य को, हमारे हर एक बच्चों को परमेश्वर पिता, हमारे हर एक बुजुर्गों को अपने परमेश्वर पिता सामर्थ्य हाथों में परमेश्वर पिता प्रेम से संभाला। हमें किसी भी बात की परमेश्वर पिता कमी घटी नहीं होने दी। हमारे आँखों को परमेश्वर पिता आंसुओं से, हमारे पैरों को परमेश्वर पिता ठोकरों से बचा कर रखा। आपके परमेश्वर पिता अद्भुत प्रेम की परमेश्वर पिता कितनी ही परमेश्वर पिता हम प्रशंसा करें प्रभु जी, वो कम है प्रभु। आपके वचन के परमेश्वर पिता सामर्थ्य से परमेश्वर पिता आपने हम सबको संभाला। हमारे कलीसिया को परमेश्वर पिता एक परमेश्वर पिता एक अच्छे चरवाहे को देकर परमेश्वर पिता आपने जो भी वचन को हमारे बीच में लाकर परमेश्वर पिता हमारे हर एक परमेश्वर पिता सिचुएशन में परमेश्वर पिता प्रार्थना और अगुवाई के लिए परमेश्वर पिता उनका धन्य जीवन हमारे साथ में है, इसके लिए धन्यवाद देते हैं पिता परमेश्वर पिता। हर एक विपरीत परिस्थितियों के बीच में परमेश्वर पिता इस मीडिया को यूज़ करके परमेश्वर हम एक दूसरे के साथ कनेक्ट हो सकते हैं और आज भी परमेश्वर पिता एक दूसरे के साथ में परमेश्वर पिता मिलकर आराधना और स्तुति करने पाते हैं, इसके लिए हम आपका धन्यवाद देते हैं पिता परमेश्वर। हमारे जितने भी लोग हैं परमेश्वर जो हमारे साथ में परमेश्वर पिता इस समय परमेश्वर पिता इस मीडिया के द्वारा जुड़े हुए हैं परमेश्वर, हम सब के परमेश्वर पिता इतने हैं सारे परमेश्वर पिता रिलेटिव्स हैं जो परमेश्वर पिता हमसे दूर रहते हैं। हमारे इतने सारे परमेश्वर पिता कलीसिया के बच्चे हैं परमेश्वर पिता जो इस संसार के विभिन्न स्थानों पर परमेश्वर पिता इस वक्त भी नौकरी कर रहे हैं परमेश्वर पिता। चाहे जहाँ कहीं भी परमेश्वर पिता कोई भी परेशानी क्यों ना हो, आपका सामर्थ्य हाथ परमेश्वर पिता हमारी प्रार्थनाओं के द्वारा उनको संभालता है, इसके लिए हम आपका धन्यवाद देते हैं। आज एक बार फिर से परमेश्वर पिता अपने कलीसिया को, अपने परमेश्वर पिता बुजुर्गों को, हमारे दान दिए बच्चों को, कलीसिया के हर एक मेंबर को परमेश्वर पिता आपके सामर्थ्य हाथों में सौंपते हैं पिता परमेश्वर। आपके लहू के बारे में परमेश्वर पिता हर किसी के शरीर प्राण आत्मा को हम परमेश्वर पिता मुहर लगाते हैं पिता परमेश्वर। अपने महिमा के लिए परमेश्वर पिता अपने सामर्थ्य से परमेश्वर पिता आप हम सबको संभालना प्रभु जी। आज जब परमेश्वर पिता कोविड का सेकेंड वेव परमेश्वर पिता चालू है परमेश्वर और फिर से परमेश्वर पिता डेथ रेट बढ़ने लगा है परमेश्वर, हम परमेश्वर पिता अपने लोगों की परमेश्वर पिता हर एक की सुरक्षा चाहते हैं प्रभु जी। अपने सामर्थ्य हाथों से हम सबको संभालना और परमेश्वर पिता इस सिचुएशन में परमेश्वर पिता इन सभी चीज़ों के मध्य में एक वचन ही जो है जो परमेश्वर पिता हमारे जीवन में आशा प्रेम और सामर्थ्य देता है परमेश्वर, ताकि हम आगे के भविष्य के लिए परमेश्वर पिता तैयार रह सकें पिता परमेश्वर। संतोष अचन जो परमेश्वर पिता जो भी वचन में से हमें सुनाते हैं परमेश्वर, उसमें परमेश्वर पिता तेरी पवित्र आत्मा की सामर्थ्य और शक्ति भरी हो परमेश्वर, जो हमारे जीवन को एक नए परमेश्वर पिता आशा, एक नई उम्मीद, एक परमेश्वर पिता आपकी स्वर्गीय शांति परमेश्वर पिता हमें प्रदान कर सके, ताकि परमेश्वर पिता हम सब परमेश्वर पिता एक कलीसिया के तौर पर परमेश्वर पिता एक देह एक आत्मा की तरह परमेश्वर पिता आपकी महिमा और स्तुति करने में परमेश्वर पिता अपना शेष जीवन बिता सके, हमें आशीष दे। हमारे कलीसिया के परमेश्वर पिता हर एक मेंबर के बीच में परमेश्वर पिता तेरा प्रेम परमेश्वर पिता भरपूरी से छा सके परमेश्वर पिता। ऐसे वचन के परमेश्वर पिता दूध हमें दे परमेश्वर, उस निर्मल दूध से परमेश्वर पिता हम परमेश्वर पिता बल प्राप्त कर सकें परमेश्वर पिता, तेरे नाम की महिमा के लिए परमेश्वर पिता कार्य कर सकें, हमें आशीष दे। हमारे जीवन के हर एक पल के द्वारा परमेश्वर पिता आपके नाम की महिमा उठने पाए, ऐसे परमेश्वर पिता वचन तू हमारे बीच में दे परमेश्वर।
हम सारी बातों को आपके हाथों में सौंपते हैं। आए हुए अच्चन को परमेश्वर पिता के धन्य जीवन के लिए हम आपको धन्यवाद देते हैं। सुंदर वचनों के लिए हम आपको धन्यवाद देते हैं। आगे के समय को परमेश्वर पिता आप हमारे मन को परमेश्वर पिता प्रिपेयर कीजिए, ताकि परमेश्वर हम तेरे वचन में से अच्छे से ग्रहण करके परमेश्वर आपके योग्य जीवन को जी सकें। हमारे कलीसिया के हर एक परमेश्वर पिता कार्यों में हम तेरे नाम की महिमा के लिए अच्छे से बढ़कर कार्य कर सके। आशीष दे प्रभु जी। हमारे परमेश्वर पिता सभा के लिए हम परमेश्वर पिता इस देश के सारे हैं मसीही लोगों के लिए परमेश्वर पिता हम आपसे विनती करते हैं। पिता परमेश्वर अपने परमेश्वर पिता सामर्थ्य शक्ति से परमेश्वर पिता हर एक जन को संभालना, हर एक इवेंजलिस्ट, हर एक मिशनरीज परमेश्वर पिता, हर एक अचन जिस भी कहीं जगह पे परमेश्वर पिता यहाँ पे कार्य करते हैं प्रभु जी, उन सबको परमेश्वर पिता वो जहाँ कहीं पे भी है उनको ब्लेस करना। आपके आशीष के बिना परमेश्वर पिता हमारा जीवन अधूरा है। आपके प्रेम के बिना परमेश्वर पिता हम अधूरे हैं प्रभु जी। आपके परमेश्वर पिता सामर्थ्य हाथों में परमेश्वर पिता अपने आप को सारे कलीसिया को सौंपते हुए परमेश्वर पिता आज के इस कन्वेंशन के परमेश्वर पिता वचन के समय को भी आपके हाथों में सौंपते हैं। अपने परमेश्वर पिता नाम की सारी आदर और महिमा लीजिए। इस विनती को आपके प्यारे पुत्र प्रभु यीशु के नाम में मांगते दया से सुनिए, ग्रहण कीजिए। आमीन। ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ പ്രസംഗ വിഷയത്തിൻ്റെ വേദഭാഗം വായിക്കപ്പെടുന്നതിനായിട്ട് അഞ്ജു അവരുടെ ക്ഷണിച്ചോളൂ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാർ 2-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 Kings chapter 2 verses 8 to 15. അപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാവുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാവും, അല്ലെന്ന് വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഏലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്നു വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാനരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. എരീഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റു ചെന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഇങ്ങനെ ഇവിടെ പാഠം അവസാനിച്ചു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബിലായ് മാർത്തോമ ഇടവകയുടെ 64ാമത് ഇടവദിനത്തോടനുബന്ധിച്ച് 2ാമത്തെ ദിവസം കൺവെൻഷനായിട്ട് ഒരുമിച്ച് കൂടി വരുവാൻ വലിയവനായ ദൈവം കൃപയും ഭാഗ്യവും നമുക്ക് നൽകിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റവും ആദരണീയനും ബഹുമാന്യമായ ദൈവിക അഭിഷിക്തൻ സന്തോഷ് KC അച്ഛൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ വചന ശുശ്രൂഷ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. ഉറവെ ധ്യാനിക്കുക, ഉണ്മയെ ധ്യാനിക്കുക, ഉടയവനെ ധ്യാനിക്കുക. വചനം കേട്ടതായ ആളുകളുടെ ഒക്കെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുവാനായിട്ട് സാധിച്ചു.
അച്ചോ, ഇത്ര നല്ല സുന്ദരമായ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവചനം കേൾക്കുവാനായിട്ട് സാധിച്ചതിൽ പ്രിയപ്പെട്ട എല്ലാവർക്കും വലിയ സന്തോഷകരമായ അനുഭവം അത് പങ്കുവയ്ക്കുവാനായിട്ട് സാധിച്ചു. ഒരു വ്യക്തിയെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ഒരു വചന ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക അഭിഷിക്തൻ്റെ ഒരു ദൂതാണ്. അത് നമുക്ക് കഴിഞ്ഞ ദിവസം അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ വലിയ അളവറ്റ കൃപ പ്രിയപ്പെട്ട അച്ഛൻ്റെ മേൽ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത് ശ്രവിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിച്ചു. ഇന്നും ധാരാളം നിരവധി ആളുകൾ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് കാതോർത്ത് ഇരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിൽ നമുക്ക് കാണാം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. യേശു കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ എല്ലാ നാളും കൂടെ ഇരിക്കുന്നത്. പലപ്പോഴും നമുക്ക് പള്ളിയിൽ വരുവാൻ സാധിക്കാത്തതായ അനുഭവത്തിൽ നമ്മുടെ ഭവനങ്ങൾ ദേവാലയമായി ആരാധനാലയങ്ങളായി മാറുമ്പോൾ നമ്മുടെ യാത്രകളിലും പ്രവർത്തന മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അബൈഡിങ് പ്രസൻസ് എന്നുള്ള ഒരു ചിന്താവിഷയമാണ് നമുക്ക് ഈ വർഷം ധ്യാനിക്കുന്നത്. ഇന്നത്തെ വചന കേൾവി നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ്റെ മീറ്റിങ്ങിൽ പല മാധ്യമങ്ങളിലൂടെ വിവിധ ലോകത്തിൻ്റെ ഭാഗങ്ങളിരുന്നു കൊണ്ട് ശ്രവിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വചന കേൾവി അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സന്തോഷ് കെ സി അച്ഛൻ ഇപ്പോൾ വചന ശുശ്രൂഷ നിർവഹിക്കുന്ന അത്രേ. അതിനു മുമ്പായിട്ട് സൺഡേ സ്കൂൾ ഗായക സംഘം ഇപ്പോൾ ഗാനം ആലപിക്കുന്നതായിരിക്കും. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ 15 ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് 15-ാമത്തെ ഗീതം.
വളരെ പ്രാർത്ഥനാപൂർവ്വം ബഹുമാനപ്പെട്ട സന്തോഷ് കെ സി അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു അച്ഛൻ. നമ്മുടെ ഇന്നത്തെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം, അതിന്റെ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 Kings chapter 2 verse 14. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലീശ ഇക്കരയ്ക്ക് കടന്നു. ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. Then he took the cloak of Elijah that had fallen from him and struck the water, saying, Where is the Lord, the God of Elijah? And when he had struck the water was parted to one side and to the other, and Elisha went over. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ, ഞങ്ങളുടെ ഈ വർഷത്തെ വാർഷിക കൺവെൻഷന്റെ 2-ാമത്തെ രാത്രി, ദൈവമേ, ദൈവത്തോളം വലിപ്പമുള്ള ദൈവവചനവുമായി ദൈവം മുൻപാകെ ഞങ്ങൾക്കായിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്പരാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യത്തിനായി, പദവിക്കായി ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തമ്പുരാനെ, എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നീ ഞങ്ങൾക്ക് നൽകുന്നത് എന്ന് ധ്യാനിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയുമായി ഒരുമിച്ച ദൈവവചനത്തിന്റെ മുമ്പിൽ താണിരുപ്പാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം മുൻപാകെ ഏകാഗ്രമാക്കുവാൻ, കർത്താവ് ഞങ്ങളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാൻ ദൈവം നമ്പരാൻ ഞങ്ങളെ ഇടയാക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇടവക ദിനം ആഘോഷിക്കുന്ന ഇടവകയെയും ഇടവകയിൽപ്പെട്ട സകല കുടുംബങ്ങളെയും, തമ്പുരാനെ നേതൃത്വം നൽകുന്ന വികാരി അച്ഛനെയും കുടുംബത്തെയും ദൈവം നമ്പരാൻ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ശുശ്രൂഷകളിലും ഞായറാഴ്ചത്തെ ശുശ്രൂഷയിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപ വ്യാപരിക്കുവാൻ അടിയൻ ദൈവമേ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശു തമ്പുരാന്റെ നിസ്തുല്യ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ഇടവകയുടെ കൺവെൻഷന്റെ 2-ാമത്തെ രാത്രി ഒരുമിച്ച ദൈവവചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്പരാൻ ബലഹീനനായ എനിക്ക് ഇപ്രകാരം ഒരു ഭാഗ്യം തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ രാത്രിയും നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തമ്പുരാൻ അവിടുന്ന് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ധ്യാനം ആരംഭിക്കട്ടെ. ഇന്നലെ രാത്രി എന്നെ ശ്രവിച്ച എല്ലാവരോടുമുള്ള സ്നേഹാദരവുകളും നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഞാൻ ഈ ഇടവകയുടെ വാർഷിക കൺവെൻഷന് വന്ന് പങ്കുചേരുവാൻ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മുഖാന്തരമായത് സ്നേഹനിധിയായ പ്രിയപ്പെട്ട ജോബി അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് സഹോദര തുല്യനാണ്. എപ്പോഴും ഓടി വിളിക്കാവുന്നതും ഓടിയെത്താവുന്നതുമായ ഒരു നല്ല സുഹൃത്ത് ബന്ധം. ഈ കാലങ്ങളൊക്കെ നല്ല ഒരു കുടുംബ ബന്ധം തന്നെ പ്രിയപ്പെട്ട അച്ഛന്റെ കുടുംബവുമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷം. ഭിലായ് മാർത്തോമ ഇടവക ഭാഗ്യം ചെയ്ത ഇടവകയാണ്. പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഒരു വർഷം പഠിച്ചതും അതിനെ തുടർന്നുള്ള അനുഭവങ്ങളും, വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടക്കാരൻ, താൻ ചെന്നുപെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളെ എത്ര വളരെ ഊഷ്മളമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, വളരെ അനുഗ്രഹീതമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മാർത്തോമ സഭയിലെ ഒരു നല്ല പട്ടക്കാരൻ. പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം തന്നെ എത്ര അനുഗ്രഹമാണ്. എപ്പോഴും ക്ലർജി കോൺഫറൻസിലൊക്കെ പോയാൽ അച്ഛനെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ഞങ്ങൾ കൊച്ചച്ഛന്മാർ എപ്പോഴും ശ്രമിക്കും. അത്രമാത്രം വളരെ നർമ്മരസം പ്രിയപ്പെട്ട അച്ഛന് ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. നല്ലൊരു പാട്ടുകാരൻ, നല്ലൊരു അഭിനേതാവ്. അപ്രകാരം വ്യത്യസ്ത നിലകളിൽ പ്രിയപ്പെട്ട അച്ഛൻ സെമിനാരിയിൽ തിളങ്ങി നിന്നത് ഇപ്പോഴും സന്തോഷത്തോടെ ഓർക്കുന്നു. അച്ഛൻ ചെന്ന് കയറി ശുശ്രൂഷ ചെയ്ത ഇടവകളൊക്കെ എത്ര ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളതും ഓർത്ത ദൈവത്തിന് സ്തോത്രം. വെൺമണി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഡിണ്ടിഗൽ മിഷനൊക്കെ ഏറ്റവും അനുഗ്രഹീതമായി അച്ഛൻ നേതൃത്വം നൽകിയത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ എന്നെ ക്ഷണിച്ചതിലുള്ള ഏറ്റവും നിറഞ്ഞ സന്തോഷവും എല്ലാ വാത്സല്യവും പ്രിയപ്പെട്ട അച്ഛന്റെ മുമ്പിൽ വളരെ താഴ്മയോടെ അറിയിക്കുന്നു. അച്ഛനോടുള്ള സ്നേഹാദരവുകൾ അറിയിക്കട്ടെ. പ്രിയപ്പെട്ട കൊച്ചമ്മ, നീതു കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ, ഒരു കുടുംബപരമായിട്ടുള്ള നല്ല ബന്ധവും ഈ നാളുകളിൽ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സത്യം. അത്രമാത്രം അടുത്ത ഒരു കുടുംബ ബന്ധം. കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അവരുടെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട അച്ഛന്റെ മാതാവ് ഒരു മകനെ പോലെയാണ് ഈ കാലങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട മാതാവ് അവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം, സ്നേഹം അറിയിക്കുന്നു. ഇടവകയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട അച്ഛൻ എന്റെ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിപ്പാൻ മനസ്സ് കാണിച്ചതായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോടുള്ള എന്റെ എല്ലാ സ്നേഹവും ആദരവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കട്ടെ. ഈ ദിവസം എന്നെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതായിട്ടുള്ള ഇടവക അംഗങ്ങൾ,
അവർ ആ ഇടവകയുടെ, പ്രത്യേകിച്ച് ഭിലായ് മാർത്തോമ ഇടവക ഒരു നല്ല ഇടവകയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവകയാണെന്ന് ഈ നാളുകളൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ഒരു ദൈവാലയം പൂർത്തീകരിക്കാൻ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേശത്ത് ചെന്നു, അവിടെ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചു. അതിന്റെ അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ നൽകി. അതിന്റെ നേർ സാക്ഷ്യമാണ് ഭിലായ് മാർത്തോമ ഇടവകയിലെ ഇടവക അംഗങ്ങൾ. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ദൈവവചനത്തെയും ദൈവത്തെയും പട്ടക്കാരെയും സ്നേഹിച്ച ഒരു ദൈവാലയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇതിന്റെ ടെക്നിക്കൽ ടീമിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കോശിയങ്ങളും അതുപോലെ ഒരു ടീം ഇതിന്റെ പിന്നിലുണ്ട്. അവരുടെ അധ്വാനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച ഇടവക മിഷന്റെ പ്രവർത്തകർ, സൺഡേ സ്കൂളിന്റെ പ്രവർത്തകർ, അവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിച്ചവർ, വചനം വായിച്ച് സഹായിച്ചവർ, അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും, ഇടവക സെക്രട്ടറി, മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരോടുമുള്ള എന്റെ എല്ലാ സ്നേഹ ആദരവുകളും ആദ്യമേ തന്നെ നിങ്ങളോട് അറിയിക്കട്ടെ. ഇന്നലെ രാത്രി ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണമാണ് ധ്യാന വിഷയമായി ഞാൻ തെരഞ്ഞെടുത്തത്. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ സമരിറ്റൻ വുമൺ, എ ലെങ്തി കോൺവെർസേഷൻ ഇൻ ദ ബൈബിൾ. ഒരു വളരെ നീണ്ടു കിടക്കുന്നതായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഡയലോഗാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ശമരിയ സ്ത്രീയും ക്രിസ്തുവുമായിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് ഒരു കിണറിന്റെ കരയ്ക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു ചെറുപ്പക്കാരനും ഒരു സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടിയാൽ സദാചാരവാദികളൊക്കെ എല്ലാ അപവാദങ്ങളും പറഞ്ഞു വരുത്താൻ സാധ്യതയുള്ള ഒരു കാലത്ത് ഇന്ന് എങ്ങനെയാണ് സാധ്യമായി തീരുക? എന്നാൽ അതിനേക്കാളൊക്കെ കുറെ കൂടെ ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഇത്രത്തോളം വളർച്ച ഉണ്ടായി എന്ന് അവകാശപ്പെടുമ്പോഴും ആളുകൾ അപവാദം പറയുമെങ്കിൽ, അതിനേക്കാൾ ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ തക്കവണ്ണം ഒരു ക്രിസ്തുവിന്റെ ഇടപെടലുകൊണ്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ശ്രദ്ധേയമാണ്. അവിടെ നിന്ന് ആ സ്ത്രീക്ക് ലഭിച്ചതായിട്ടുള്ള 3 തിരിച്ചറിവുകൾ, 3 ഡിസേൺമെന്റ്സ്, 3 തിരിച്ചറിവുകളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. 1, അവളുടെ ഉണ്മയെ തിരിച്ചറിയുക. 2, ലോകത്തിന്റെ കിണറുകളല്ല, മറിച്ച് വറ്റിപ്പോകാത്ത ഉറവ് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. അവസാനമായി അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന മനുഷ്യനെ നീ ഒന്ന് ധ്യാനിക്കാൻ പഠിക്കുക. അത് നിന്റെ ഉടയവനാണ്, നിന്റെ സൃഷ്ടാവാണ്, നിന്റെ പരിപാലകനായ ദൈവമാണ് എന്ന് ഇന്നലെ രാത്രി പറയാനായിട്ട് ഞാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് നാളെ കഴിഞ്ഞ് 64ാമത് ഇടവക ദിനം ആഘോഷിക്കുന്ന ഇടവകയ്ക്ക് എന്റെയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന മീരാവേന്ദ്ര സെന്റ് ജോൺസ് മാർത്തോമ ഇടവകയുടെയും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ ധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുക. ഇന്ന് 2ാമത്തെ രാത്രിയാണ്. ഇന്നലെ കണ്ട എന്റെ മുഖം തന്നെയാണ് ഇന്ന് വീണ്ടും നിങ്ങൾ കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു തെല്ല് സങ്കോചം ഉണ്ടാക്കുന്നു എന്ന് എനിക്കറിയാം. സാധാരണ ഒരു 3 ദിവസം 3 പേരാണ് എങ്കിൽ മാറി മാറി കാണുന്നതിന് ഒരു സുഖമുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇന്നലെ കണ്ട എന്നെ തന്നെ ഇന്ന് വീണ്ടും കാണുന്നതിന്റെ ഒരു വൈക്ലഭ്യം നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ മുഖം കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒരു പക്ഷേ ആ വൈക്ലഭ്യം ഉണ്ടായിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും പ്രിയപ്പെട്ട അച്ഛൻ 2 ദിവസമാണ് എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ധ്യാനം കൂടെ കഴിഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം എന്നത്രേ കരുതുന്നത്. അതുകൊണ്ട് തുടർച്ചയായി കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ പറയും, ഇന്നലെ 1 മണിക്കൂർ പ്രസംഗിച്ചു, ഇന്ന് വീണ്ടും 1 മണിക്കൂർ, അച്ചോ ഇത്രയൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയും. മാർത്തോമക്കാരനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിന് ഒരു പഞ്ഞവുമില്ല. ഇത്രമാത്രം ദൈവവചനം കേട്ട ഒരു സഭ വേറെ ഉണ്ടോ എന്ന് സംശയം. ഇത്രമാത്രം ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു സഭ വേറെ ഉണ്ടോ? ഇത്രമാത്രം ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു സഭ വേറെ ഉണ്ടോ? അതുകൊണ്ട് തന്നെ ഒത്തിരി ദീർഘിപ്പിച്ച കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. പണ്ട് ഒരു പട്ടക്കാരൻ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് നല്ല വരമുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച ഒരു വരമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ വരമാണ്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്ക് ഓരോ വരങ്ങളാണല്ലോ ലഭിക്കുന്നത്. ചിലർക്ക് പാടാൻ വരമുണ്ട്, ചിലർക്ക് പ്രാർത്ഥിക്കാൻ വരമുണ്ട്, ചിലർക്ക് പ്രസംഗിക്കാൻ വരമുണ്ട്. അങ്ങനെ നല്ല വരമുണ്ടായിരുന്ന ഒരു അച്ഛൻ, അദ്ദേഹത്തിന് നല്ല പ്രാർത്ഥനാ വരമാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു അപ്പച്ചൻ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ കാണാനായിട്ട് ആശുപത്രിയിൽ സന്ദർശിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അപ്പച്ചനോട് കാര്യമൊക്കെ പറയുന്നു. അപ്പച്ചൻ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. അപ്പച്ചന്റെ മൂക്കിലും എല്ലാം ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതായ സമയത്ത് അപ്പച്ചന് തിരിച്ച് മറുപടി പറയാൻ പറ്റത്തില്ല. അപ്പച്ചൻ അതുകൊണ്ട് തന്നെ അപ്പച്ചന്റെ സൈഡിലുള്ള ഒരു റൈറ്റിംഗ് പാടുണ്ട്, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കുക ചെയ്യുന്നത്. കാരണം അപ്പച്ചൻ ഒട്ടും ഈ ട്യൂബുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട്. ഏറ്റവും അവസാനം അപ്പച്ചനെ കണ്ടു, കുറെ നേരങ്ങളൊക്കെ കുശലം പറഞ്ഞു. അതിനുശേഷം അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ പ്രാർത്ഥനാപരമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛന്റെ പ്രാർത്ഥന നല്ല ലെങ്തിയാണ്. അച്ഛൻ ഈ അപ്പച്ചനെ കുറിച്ചുള്ള സകല കാര്യവും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് അപ്പച്ചൻ ഈ നാട്ടിൽ വന്നതും അതിനുശേഷമുള്ള അപ്പച്ചന്റെ ജീവിതവും അപ്പച്ചന്റെ മക്കളുടെ കാര്യവും കൊച്ചുമക്കളുടെ കാര്യവും എല്ലാം പറഞ്ഞ് വിസ്തരിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്.
ഇതിനിടയ്ക്ക് എപ്പോഴോ അച്ഛൻ ചെറുതായിട്ടൊന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അപ്പച്ചൻ തൊട്ടടുത്തിരിക്കുന്ന റൈറ്റിംഗ് പാഡിൽ എന്തോ എഴുതുന്നത് അച്ഛന് കാണാം. ആ മക്കളോട് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വല്ലതും ചോദിക്കുകയായിരിക്കുമെന്ന് കരുതി അച്ഛൻ അത്ര ഗൗനിച്ചില്ല. അച്ഛന്റെ പ്രാർത്ഥന ഏകദേശം 30-35 മിനിറ്റോളം നീണ്ടുപോയി. പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പച്ചൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഉടനെ പെട്ടെന്ന് ഈ അച്ഛൻ പറഞ്ഞു, ഈ മക്കളോട് പറഞ്ഞു, എന്തൊരു ഭാഗ്യമുള്ള മരണമാണ്. അല്ലെങ്കിലും ഞാനിപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് മരിക്കാൻ ആഗ്രഹമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുക? നിങ്ങൾ ആരും കൊറോണ വന്ന് മരിക്കണമെന്ന് പറയത്തില്ല, സത്യമാണ്, എനിക്കറിയാം. രണ്ടാമതായിട്ട് വണ്ടി ഇടിച്ച് മരിക്കണമെന്ന് നിങ്ങൾ ആരും പറയത്തില്ല, എനിക്കറിയാം. നിങ്ങളോട് ചുമ്മാ നിന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ സാധ്യതയുള്ള ചില ഉത്തരം ഞാൻ പറയാം. എന്റെ അച്ഛോ വിശുദ്ധ കുർബാന കൈക്കൊണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ജീവൻ പോയായിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു. അച്ഛോ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജീവൻ പോയായിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു. പള്ളിയിൽ ഇരിക്കുമ്പോൾ ജീവൻ പോയായിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അപ്പച്ചന്റെ മരണം എത്ര നല്ല മരണമാ. പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോൾ അപ്പച്ചന്റെ ജീവൻ പോയി. ഇതിനേക്കാൾ നല്ലൊരു മരണമുണ്ടോ? അച്ഛൻ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി, ശവസംസ്കാരത്തിനുള്ള കാര്യമെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അച്ഛൻ ഈ ശവം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ട് അച്ഛൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന അച്ഛൻ തന്റെ ലോഹ ഊരി ഹാങ്ങറിലേക്ക് ഇടുമ്പോൾ തന്റെ ലോഹയുടെ പോക്കറ്റിനകത്ത് എന്തോ ഒരു പേപ്പർ കഷ്ണം. അച്ഛൻ തപ്പി നോക്കി, ചുരുട്ടിയ ഒരു പേപ്പർ കഷ്ണമാണ്. അച്ഛൻ അതെടുത്ത് അതിന്റെ ചുളുക്കമൊക്കെ മാറ്റി നൂത്ത് നോക്കുമ്പോൾ അപ്പച്ചൻ എഴുതിയിരിക്കുന്ന ഒരു എഴുത്താണ്, ഒരു ചെറിയ വാചകമാണ് അതിനകത്ത്. അപ്പച്ചൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അച്ഛോ, യു ആർ സ്റ്റാൻഡിങ് ഓൺ ഓക്സിജൻ ട്യൂബ്. ഈ അച്ഛൻ പ്രാർത്ഥിക്കാൻ കയറി നിന്നത് ഈ പാവ അപ്പച്ചന് ഓക്സിജൻ കിട്ടുന്ന ഓക്സിജൻ ട്യൂബിന്റെ പുറത്താണ്. ഈ അച്ഛൻ ഇതേ ചവിട്ടി പിടിച്ചിരുന്നത് കൊണ്ട് ഈ പാവ അപ്പച്ചൻ ഓക്സിജൻ കിട്ടുന്നില്ലായിരുന്നു. കുറെ നേരമായിട്ട് ഈ അപ്പച്ചൻ കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ കണ്ണു തുറന്നിട്ട് വേണ്ടേ ഈ ഓക്സിജൻ ട്യൂബിൽ നിന്ന് മാറാനായിട്ട്. അങ്ങനെ ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ ശ്വാസം കിട്ടാതെ മരിച്ചുപോയി എന്നതാണ് സത്യം. അതുകൊണ്ട് ഇപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലെങ്കിലും പറയുന്ന ഒരു സെന്റൻസ് ഞാൻ പറയാം. അച്ഛോ, ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. യു ആർ സ്റ്റാൻഡിങ് ഓൺ മൈ ഓക്സിജൻ ട്യൂബ്. അച്ഛൻ ഞങ്ങളുടെ ഓക്സിജൻ ട്യൂബിലാണ് ചവിട്ടി നിൽക്കുന്നത്. ഇത് താങ്ങാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ പറയുന്നുണ്ടാവാം. എന്ത് തന്നെ ആയിരുന്നാലും സ്നേഹത്തോടെ പ്രിയപ്പെട്ട ജോബി അച്ഛൻ എന്നെ വിളിച്ചതാണ്. ഇന്ന് രാത്രിയിൽ 1 മണിക്കൂർ 8:45 എന്റെ ഈ ധ്യാനം വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം എന്ന് ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങളുമായിട്ടുള്ള ധ്യാനത്തിന് വേണ്ടി ഞാൻ വിഷയീഭവിപ്പിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു പ്രവാചകനാണ്. എ ഗ്രേറ്റ് പ്രോഫറ്റ് ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായിട്ടുള്ള ഏറ്റവും പേര് കേട്ടതായിട്ടുള്ള ഒരു പ്രവാചകനെയാണ് ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് സംഭാഷണ വിഷയമാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഏലിയാവ് എന്നാണ്. പ്രൊഫറ്റ് എലൈജ. ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകനെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ സാധാരണ പള്ളിയിൽ നേരിട്ട് വന്നായിരുന്നെങ്കിൽ നിങ്ങളോട് 2 ചോദ്യമൊക്കെ ചോദിക്കായിരുന്നു. എങ്ങനെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചോദ്യം ചോദിക്കുന്നത്? ഇനി അഥവാ ചോദിച്ചാൽ തന്നെ നിങ്ങൾ ഉത്തരം പറയുന്നത് എങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നത്? എന്നാലും ശരി, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ആരാണ് ഏലിയ പ്രവാചകൻ? ഹു ഈസ് ദ പ്രോഫറ്റ് എലൈജ? ആരാണ് ഏലിയാവ്? ഹു ഈസ് എലൈജ? നിങ്ങൾ വീട്ടിലെങ്കിലും ഇരുന്ന് ഒരു 10 ഉത്തരമെങ്കിലും അതിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു 2 മിനിറ്റ് സമയം തന്നാൽ ഒരു 10 ഉത്തരം ഏലിയാവിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന എത്ര മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എന്റെ മുമ്പിലുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുൻപോട്ട് പോകാൻ പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതനായ ഒരു പ്രവാചകനാണ് ഏലിയാവ്. മറന്നുപോയത്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോഫറ്റ്. ഒരു വളരെ പേര് കേട്ട എ വെൽ നോൺ പ്രോഫറ്റ്. വിശുദ്ധ വേദപുസ്തകം കണ്ടതിൽ വെച്ച് ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് എന്നുള്ളത് മറന്നു പോകരുത്. രണ്ടാമതായിട്ട്, ആരാണ് ഏലിയാവ്? ഏലിയാവിനെ കുറിച്ചുള്ള നറേഷൻ ആരംഭിക്കുന്നത് എവിടെയാണ്? ഈ നറേഷൻ ആരംഭിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലാണ്. ഏലിയാവിനെ കുറിച്ചുള്ള ആദ്യത്തെ സെന്റൻസ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. അവിടെ പറയുന്നത് അവന്റെ സ്ഥലത്തെ കുറിച്ചാണ്. തിഷ്ബൈറ്റ് ഓഫ് തിഷ്ബി. തിഷ്ബിയയിലെ തിഷ്ബനായ ഏലിയാവ് എന്ന് പറഞ്ഞാണ് അതിന്റെ നറേഷൻ തന്നെ ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ സ്ഥലമാണത്. തിഷ്ബയിലുള്ള തിഷ്ബനായ ഏലിയാവ് എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. യാക്കോബിന്റെ പുസ്തകം, ജെയിംസ്, ന്യൂ ടെസ്റ്റ്മെന്റിൽ യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം വേഴ്സ് 17, 17-ാം വാക്യത്തിൽ ചെന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആരാണ് ഏലിയാവ്. എ മാൻ ഓഫ് പ്രയർ. അവൻ പ്രാർത്ഥനാപരമുണ്ടായിരുന്ന, പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞല്ലാതെ ദേശത്ത് മഴ പെയ്യില്ല എന്ന് പറയുകയും ദേശത്ത് മഴ പെയ്യാതിരിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങിച്ചവന്റെ പേരാണ് ഏലിയാവ്. മറന്നു പോകരുത്. മാത്രമല്ല അവിടെ വീണ്ടും എഴുതിയിരിക്കുന്നുണ്ട്, എ മാൻ വിത്ത് എ നേച്ചർ ലൈക്ക് അവേഴ്സ്.
നമ്മളെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യൻ, an ordinary man, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. he was not an extraordinary person. ഒരിക്കലും അവൻ ഒരു അസാധാരണ വ്യക്തി ആയിരുന്നില്ല. എന്നെ പോലെ, വചനം കേൾക്കുന്ന നിങ്ങളെ പോലെ വളരെ സാധാരണക്കാരനായിരുന്ന, നമ്മളുടെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്ന, നമ്മളെ പോലെ ആയിരുന്ന ഒരു മനുഷ്യനാണ് ഏലിയാവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ദൈവത്തോട് ചേർന്ന് താൻ പറഞ്ഞ വാക്കിനോട് നീതി പുലർത്തിയ മനുഷ്യൻ. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ അഗ്നിരഥങ്ങളും അഗ്നൈശ്വര്യങ്ങളും ഇറങ്ങി വന്ന് ഉടലോടെ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൻ ഏലിയാവ് എന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം, ദി ഗോസ്പൽ ഓഫ് സെയിന്റ് മാർക്ക് ചാപ്റ്റർ 9, അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ട്രാൻസ്ഫിഗറേഷൻ, യേശു കർത്താവിന്റെ തേജസ്കരണം. അവിടെ യേശുവിനോട് സംഭാഷിച്ച ഡയലോഗ് ബിറ്റ്വീൻ ജീസസ്, അവിടെ രണ്ടുപേരെ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. വൺ ഈസ് മോസസ്, ഒന്ന് മോശയാണ്. ദ സെക്കൻഡ് വൺ ഈസ് എലീജ, രണ്ടാമത്തെ ആൾ ഏലിയാവാണ്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ തേജസ്കരണ സമയത്ത് അവനോട് സംഭാഷിച്ച രണ്ടുപേരിൽ ഒരുത്തന്റെ പേര് ഏലിയാവാണ്. മറന്നു പോകരുത്. ഞാൻ പറയാൻ ശ്രമിച്ചത് ഏലിയാവ് ആരാണ് എന്നുള്ളതാണ്. ഏലിയാവിനെ കുറിച്ച് ചില വിശേഷണങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. വെളിപാട് പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു, എല്ലാം യഥാസ്ഥാനപ്പെടുത്താൻ മുന്നേ വരുന്നവനാണ് ഏലിയാവ്. എല്ലാം യഥാസ്ഥാനപ്പെടുത്താൻ മുന്നേ വരുന്നവൻ ഏലിയാവ്. കർത്താവ് വരുന്നതിന് മുമ്പേ ഏലിയാവ് വരുന്നതിനെ കുറിച്ച് വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഏലിയാവിനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഈ ഏലിയാവ് നിൽക്കുന്ന ഒരു സ്ഥലം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അത് ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 18 ആണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 18, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചിരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 18-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. ഒരു വലിയ സംഭവം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ പോവുകയാണ്. ഈ പാരീഷ് കൺവെൻഷനോട് ചേർന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു തീമുണ്ട്. വളരെ അർത്ഥവത്തായ ഒരു തീമാണ്, ദ അബൈഡിംഗ് പ്രസൻസ്. യേശു കർത്താവിന്റെ നിലനിൽക്കുന്ന നിരന്തരമായ എവർലാസ്റ്റിംഗ് പ്രസൻസിനെ കുറിച്ചാണ് ഈ ഒരു വർഷം നമ്മൾ ഇടവകയായി ചിന്തിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളുടെ ദൈവാലയത്തിൽ തമ്പുരാന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി, നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി ഞാനും നിങ്ങളും മറക്കാതെ ഹൃദയത്തിന്റെ പലകയിൽ കുറിച്ചിടേണ്ട 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഏലിയാവ് നിൽക്കുകയാണ്. ആ പർവ്വതത്തിന്റെ പേര് നിങ്ങൾക്കറിയാം. ആ പർവ്വതത്തിന്റെ പേര് കർമ്മേലാണ്, ദ മൗണ്ട് കാർമൽ. മൗണ്ട് കാർമലിൽ ഈ ഏലിയാവ് അവിടെ നിൽക്കുകയാണ്. അവിടെ ഒരു വലിയ മഹാസംഭവം നടക്കാൻ പോവുകയാണ്. ആ മഹാസംഭവത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആ പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി വരാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം ആ പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി വരുന്നതിന് മുമ്പായി ഏലിയാവ് ചെയ്ത ചില മുൻകരുതലുകൾ, ഏലിയാവ് ചെയ്ത ചില പ്രധാന കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കാം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഭിലായി മാർത്തോമ ഇടവകയിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഇടവക ദിനത്തോട് ചേർന്നുള്ള ഈ പ്രത്യേക ചിന്താവിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഇടവകയുടെ ജൈത്രയാത്രയിൽ ഈ ഒരു അബൈഡിംഗ് പ്രസൻസ് നിലനിൽക്കുന്ന ഈ ഒരു ദൈവ സാന്നിധ്യം നിന്റെ ഇടവകയോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നീ എടുക്കേണ്ട ചില 3 മുൻകരുതലുകൾ, നീ ഉറപ്പാക്കി വെക്കേണ്ട ചില 3 മുൻകരുതലുകൾ, നിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി നീ മറക്കാതെ ഹൃദയത്തിന്റെ പലകയിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കുറിച്ചിടേണ്ട ഒരു 3 മുൻകരുതലുകളെ കുറിച്ച് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ദ ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 8:20. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, എന്നിട്ടും നാമോ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത്രമാത്രം ദൈവവചനം കേട്ടിട്ടും ഇത്രമാത്രം ദൈവത്തെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടാവാത്തത്? ഈ കോവിഡാനന്തര കാലം, ഈ ഒരു പോസ്റ്റ് കോവിഡ് കാലം ഞാനും നിങ്ങളും ഇടവകയായി മനസ്സിൽ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്നാമതായിട്ട് അവൻ എന്ത് ചെയ്തു എന്ന് അവിടെ നാം വായിച്ച് കേൾക്കുന്നുണ്ട്, അവിടെ നാം മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഏലിയാവ് ചെയ്തത്? അതിന്റെ 30-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 18 വേഴ്സ് 30. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഇന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ പ്രധാന തലക്കെട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ദ ഗോഡ് ഓഫ് എലൈജ, ഏലിയാവിന്റെ ദൈവം എന്നുള്ളതാണ്.
ഹു ഈസ് ദ ഗോഡ് ഓഫ് എലൈജ? ഏലീശ അവന്റെ ദേഹത്ത് നിന്ന് വീണ പുതപ്പെടുത്തിട്ട് വെള്ളത്തെ അടിക്കുമ്പോൾ ഏലീശ ഉറക്കെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വേർ ഈസ് ദ ലോർഡ് ഓഫ് എലൈജ? ഏലിയാവിന്റെ ദൈവം എവിടെ? ഏലിയാവിന്റെ ദൈവം എവിടെ? ഈ കോവിഡ് കാലത്ത് ഒരുപക്ഷെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുന്നവർ ഉള്ളിലെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെയാണ് ഏലിയാവിന്റെ ദൈവം? ഏലിയാവിന്റെ ദൈവം എവിടെയാണ്? ഞാൻ ക്വാറന്റൈനിലാണ്, ഞാൻ കോവിഡിന്റെ പ്രതിസന്ധിയിലാണ്, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഞാൻ തളർന്നു നിൽക്കുകയാണ്, ഞാൻ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, ഞാൻ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഏലിയാവിന്റെ ദൈവം എവിടെയാണ്? വേർ ഈസ് ദ ലോർഡ് ഓഫ് എലൈജ? ഞാൻ പ്രാർത്ഥിച്ച എന്റെ ദൈവം എവിടെയാണ്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ആ ഏലിയാവിന്റെ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളുമായിട്ട് ആ ഏലിയാവിന്റെ ദൈവത്തെ ഒന്ന് പങ്കുവച്ച് അവസാനിപ്പിക്കട്ടെ. നിനക്ക് നിന്റെ ജീവിതത്തിൽ ആ ഏലിയാവിന്റെ ദൈവത്തെ അടുത്തറിയണമെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. 1, അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. എന്റെ 1ാമത്തെ ധ്യാനത്തിന്റെ തലക്കെട്ട് ബാക്ക് ടു ദ ഓൾട്ടർ. നിന്റെ യാഗപീഠത്തിലേക്ക് മടങ്ങിപ്പോവുക. ബാക്ക് ടു ദ ഓൾട്ടർ. നിന്റെ യാഗപീഠത്തിലേക്ക് നീ ഇന്ന് രാത്രി മടങ്ങിപ്പോയേ മതിയാവൂ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വേദഭാഗത്ത് ഏലിയാവ് ഈ മഹാസംഭവം നടക്കുന്നതിന് മുമ്പ് അവൻ ചെയ്തത് എന്താണ്? ഹി റീകൺസ്ട്രക്ട് ദ ഓൾട്ടർ. അവൻ ഈ ഓൾട്ടർ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇതിന്റെ ഈ ഒരു സാഹചര്യം ഒന്ന് പറയാൻ പോവുകയാണ്. ഒരു സൈഡിൽ ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മറു സൈഡിൽ ബാലിന്റെ 450 പ്രവാചകന്മാർ. നമ്പർ ശ്രദ്ധിക്കണം, 450 പ്രവാചകന്മാർ ബാലിന്റെ പ്രവാചകന്മാരാണ്. ഒരു സൈഡിൽ ഏലിയാവ് ഒറ്റയ്ക്ക്. 1 = 450 എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണ് അങ്ങനെ എഴുതാൻ പറ്റുക? 1 = 450 ശരിയാവുമോ? ഒരിക്കലും ശരിയാവില്ല. ഒരു സൈഡിൽ ഏലിയാവ് തനിച്ച്. പ്രിയമുള്ളവരെ, ഏലിയാവ് ക്വാറന്റൈനിൽ പോയിട്ടുണ്ടോ? ഞാൻ പറയും ഏലിയാവ് ക്വാറന്റൈനിൽ പോയിട്ടുണ്ടെന്നാ. ഈ കോവിഡ് കാലത്ത് നമുക്ക് പരിചയമായ ഒരു 3-4 വാക്കുകളാണല്ലോ ഈ മാസ്കും ക്വാറന്റൈനും ഒക്കെ. അപ്പൊ പ്രസംഗത്തിൽ ഈ കോവിഡ് കാലത്ത് അതൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കരുതി ചുമ്മാ ഒരു ഗമയ്ക്കങ്ങ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചാൽ ഏലിയാവ് ക്വാറന്റൈനിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. ഒറ്റയ്ക്കായിരിക്കുന്നതിനെയാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്, തനിച്ചായിരിക്കുന്നതിനെയാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കർമ്മൽ പർവ്വതത്തിൽ ഇൻ ദ ടോപ്പ് ഓഫ് ദ മൗണ്ട് കാർമൽ എലൈജ ക്വാറന്റൈൻ. അവൻ കൃത്യമായും ഈ മൗണ്ട് കാർമലിന്റെ മുകളിൽ അവൻ ക്വാറന്റൈനിലാണ്. അവൻ ഒറ്റയ്ക്കാണ്, അവൻ തനിച്ചാണ്. അപ്പുറത്തെ സൈഡിൽ 450 പ്രവാചകന്മാർ നിന്ന് അവനെ വെല്ലുവിളിക്കുമ്പോൾ അവൻ തനിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നീ കടന്നു പോകുന്ന അതേ സാഹചര്യത്തിൽ ഇതിനു മുമ്പ് ഏലിയാവ് വന്ന് കയറി നിൽക്കുകയാണ്. ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഏലിയാവ് വന്ന് കയറി നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവവും ബാലും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കർമ്മൽ പർവ്വതത്തിൽ നടക്കാൻ പോവുകയാണ്. അവിടെയാണ് അവൻ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിയുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണച്ചോ ഈ യാഗപീഠം ഇടിഞ്ഞു പോയത്? എങ്ങനെയാണച്ചോ ഈ യാഗപീഠം തകർന്നു പോയത്? പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം ആദ്യം മുതൽ പരിശോധിച്ച് അതിന്റെ 1ാമത്തെ തുടക്കം മുതൽ പരിശോധിച്ചാൽ പിതാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ അബ്രഹാമിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. അവൻ പോയിടത്തെല്ലാം യഹോവയ്ക്ക് കൂടാരമടിച്ചു എന്നാ പറയുന്നത്. അവൻ പോയിടത്തെല്ലാം കൂടാരമടിച്ചു. കൂടാരമടിച്ചതിന് ശേഷം യഹോവയ്ക്ക് യാഗപീഠം പണിത് നേർച്ച കഴിച്ചു എന്ന് വേദപുസ്തകം അടയാളപ്പെടുത്തുകയാണ്. ഭിലായി മാർത്തോമ ഇടവകയിലെ വിശ്വാസ സമൂഹമേ, അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഭിലായി എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് ചെന്നു പാർത്ത ഒരു ജനം അവിടെ ദൈവത്തിന് യാഗപീഠം അടിച്ചതിന്റെ വളരെ കൃത്യമായ തെളിവാണ് ഇന്ന് കാണുന്ന ഭിലായി മാർത്തോമ ഇടവക. അങ്ങനെ ദൈവത്തിന് യാഗപീഠം പണിതതിന്റെ തെളിവാണ് ഇന്ന് കാണുന്ന ഈ ഭിലായി മാർത്തോമ ഇടവക. അഭിമാനിക്കുന്നു, ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാം. ഈ അബ്രഹാം ദൈവത്തിന് കൂടാരമടിച്ചു, ദൈവത്തിന് നേർച്ചകളെ കഴിച്ചു. പിന്നിങ്ങോട്ട് വന്ന തലമുറ മുഴുവൻ ഈ ദൈവത്തെ വിളിച്ചാരാധിച്ചു. ദാവീദിനെ വിശുദ്ധ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നു. ദൈവത്തിന് യാഗപീഠം പണിത മനുഷ്യനാണ് ദാവീദ്. പക്ഷേ തൊട്ടടുത്ത തലമുറ, ദാവീദിന്റെ അടുത്ത തലമുറ ശലോമോൻ വന്നപ്പോൾ അവൻ ദൈവത്തിന് ആലയം പണിതു എന്നാ പറയുന്നത്. പള്ളി പണിതവൻ, he constructed a church. അവനൊരു പള്ളി തന്നെ പണിതു. പക്ഷേ the second half of the life of Solomon, സോളമന്റെ ഒരു 2ാമത്തെ ചരിത്രം, ജീവിതത്തിന്റെ ഒരു 2ാമത്തെ പകുതി വളരെ സങ്കടകരമാണ് പ്രിയമുള്ളവരെ. ഒരു ട്രാജഡിയാണ് അവന്റെ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്.
എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ജീവനുള്ള ദൈവത്തെ വിട്ട്, ആരാധിച്ച ജീവനുള്ള ദൈവത്തെ വിട്ട് അശേര പ്രതിഷ്ഠകളുടെയും മറ്റ് സ്തംഭ വിഗ്രഹങ്ങളുടെയും പൂജാഗിരികളുടെയും പിന്നാലെ പോയി നടത്തിയ ദൈവത്തെ മറന്നുപോയ ഒരു സോളമന്റെ ചരിത്രം വിശുദ്ധ വേദപുസ്തകം അക്ഷരം വിടാതെ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, താൻ പണിത ദൈവാലയത്തിൽ നിന്നിറങ്ങി, താൻ പണിത ദൈവത്തെ മറന്ന്, തന്നെ നടത്തിയ തമ്പുരാനെ മറന്ന് വഴിവഴച്ചു പോകുന്ന ഒരു ശലോമോന്റെ ചരിത്രം വിശുദ്ധ വേദപുസ്തകം എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ട്. മറന്നു പോകരുത്. അതിനുശേഷം വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ അടുത്ത തലമുറ, ദ നെക്സ്റ്റ് ജനറേഷൻ, രഹബയാം ദൈവത്തിന് പകരം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയും ദൈവ കോപം വിളിച്ചു വരുത്തുകയും ചെയ്യുക. ഒരു തലമുറ നശിച്ചു പോകുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതുവരെ ആരാധിച്ചു വന്ന ദൈവത്തെ വിട്ട് ഒരു തലമുറ മാറിപ്പോകുന്നതിന്റെ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒമ്രി, ആഹാബ് ദൈവസന്നിധിയിൽ പാപം ചെയ്തു. ആരാണ് ആഹാബ്? നിങ്ങൾക്കറിയാം. പടക്കളത്തിൽ ഒരു രഥത്തിൽ നിൽക്കുമ്പോൾ അമ്പേറ്റ് മുറിപ്പെടുകയും ആ മുറിവിലൂടെ രക്തം വാർന്നു ആ രഥം മുഴുവൻ ആ രക്തം വീണ് മരിച്ച മനുഷ്യൻ, അവനാണ് ആഹാബ്. ആ രഥം കൊണ്ടുവന്ന് വെള്ളത്തിൽ ഒരു കുളത്തിൽ കഴുകിയെന്നാ പറയുന്നത്. അവന്റെ രക്തം നായ്ക്കൾ നക്കിയെന്നാ പറയുന്നത്. എത്രമാത്രം നീചമായി അധപ്പതിച്ചു പോയ ആ കുളത്തിൽ വളരെ മോശപ്പെട്ട സ്ത്രീകൾ ഇറങ്ങി കുളിച്ചു എന്നൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. അത്രമാത്രം അധപ്പതിച്ചു പോയ ഒരു ജീവിതത്തിന്റെ ഒരു നേർചിത്രം വിശുദ്ധ വേദപുസ്തകം വരച്ചു വെക്കുക. അതിന്റെ ഫലം എന്തായിരുന്നു? വാട്ട് ഈസ് ദ റിസൾട്ട്? എന്താണ് അതിന്റെ ഫലം? ദൈവത്തിന്റെ കോപം, ദ ആങ്കർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കോപം ആ ദേശത്തിന്റെ മേൽ, ആ ജനത്തിന്റെ മേൽ ജ്വലിക്കുകയാണ്. ദൈവം തമ്പുരാൻ ആ യാഗപീഠങ്ങളെ തകർത്തു കളയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ ഈ ഏലിയാവ് എന്ത് ചെയ്തു എന്നറിയാമോ? ഈ പൊളിഞ്ഞുപോയ യാഗപീഠത്തെ അവൻ ഓരോ കല്ല് വെച്ച് അവൻ അതിനെ പണിയാൻ പോവുകയാണ്. ഭിലായി മാർത്തോമായ ഇടവകയെ വർഷങ്ങൾക്ക് മുമ്പ് ചെന്ന് കയറിയ ദേശത്ത് ദൈവത്തെ ആരാധിച്ച ജനസമൂഹമേ, കാലം ഇത്രയും കഴിയുമ്പോൾ ആ യാഗപീഠത്തിൽ നിന്ന് നീ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, പൂർണ്ണ മാതാപിതാക്കൾ ആരാധിച്ച ദൈവത്തെ വിട്ട് നീ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഈ പാരീഷ് ഡേയിൽ ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദ എവർലാസ്റ്റിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്, ദ അബൈഡിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്, ഈ ദൈവാലയത്തിന്റെ മേൽ പൊരുന്നു വരേണ്ടതിനായി നീ നിന്റെ യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് നീ അതിനെ പണിതേ മതിയാവും. നിശ്ചയമായും യു ഹാവ് ടു റീകൺസ്ട്രക്ട് ദ ഓൾട്ടർ. നീ നിന്റെ യാഗപീഠങ്ങളെ പണിയണം. ബാക്ക് ടു ദ ഓൾട്ടർ. നിന്റെ യാഗപീഠത്തിലേക്ക് മടങ്ങിപ്പോകണം. എന്തായിരുന്നു യാഗപീഠം? വിശുദ്ധ വേദപുസ്തകത്തിൽ എന്താ യാഗപീഠം? നടന്നു വന്ന വഴികളിൽ അനുഭവിച്ച ദൈവകൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ ഇടങ്ങളാണ് യാഗപീഠങ്ങൾ. എ പ്ലേസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നിന്റെ നന്ദിയുടെ ഇടങ്ങളാ, നീ സ്തോത്രം പറഞ്ഞ ഇടമാ. ഓരോ ആഴ്ചയും ദൈവം തമ്പുരാൻ നടത്തിയ വഴികൾക്ക് പള്ളിയിൽ ചെന്ന് ഞായറാഴ്ച കണ്ണുനീരോടെ കരഞ്ഞ് സ്തോത്രം പറഞ്ഞ സ്ഥലങ്ങളാണ് നിന്റെ യാഗപീഠങ്ങൾ. മറന്നു പോകരുത്. എന്നാൽ ഇന്ന് യു ആർ ഫാർ ഫ്രം ദ ഓൾട്ടർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ യാഗപീഠത്തിൽ നിന്ന് നീ അകന്നു പോയിട്ടുണ്ട്. യു ആർ എവേ ഫ്രം ദ ഓൾട്ടർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ യാഗപീഠത്തിൽ നിന്ന് നീ മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് രാത്രി സന്തോഷച്ചൻ ബോംബെയിൽ ഇരുന്നുകൊണ്ട് നിശ്ചയമായി ഓർമ്മപ്പെടുത്തുക, ഈ അബൈഡിംഗ് പ്രസൻസ് നിന്റെ ദൈവാലയത്തിന്റെ മേൽ പൊരുന്നു വരേണ്ടതിനായി, നിന്റെ കുടുംബത്തിന്റെ മേൽ പൊരുന്നു വരേണ്ടതിനായി നീ നഷ്ടപ്പെട്ടു പോയ യാഗപീഠത്തെ ഇന്ന് രാത്രി പണിതേ മതിയാവൂ. മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ ഭവനങ്ങൾ എങ്ങനെയായിരുന്നു? ഇത്രമാത്രം ദൈവത്തെ ആരാധിച്ച, ഇത്രമാത്രം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ ഭവനങ്ങളുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്? വലിയൊരു നന്മയുണ്ടായി. ഒരാഴ്ചയിൽ ഒരിക്കൽ പോയി പള്ളി കണ്ടോണ്ടിരുന്ന ദൈവം നമ്പുരാൻ ഇന്ന് എല്ലാ ദിവസവും വീട്ടിലോട്ട് വന്നു എന്നുള്ളതാണ് വലിയ നന്മ. ഈ കൊറോണ കാലം സമ്മാനിച്ച ഏറ്റവും വലിയ നന്മയാണ്. ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ പോയി കണ്ട മനുഷ്യൻ ഇപ്പൊ എല്ലാ ദിവസവും വീട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം നമ്പുരാൻ ഇങ്ങനെ ഒരു അനുഭവം തന്നത്? കാരണം ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ പോയി കാണാൻ പറ്റുന്ന ഒരു മനുഷ്യനായി മാത്രം നമ്മൾ ദൈവത്തെ മാറ്റി എന്നുള്ളതാ പ്രശ്നം. നമ്മുടെ ഭവനങ്ങളിൽ ആരാധനയില്ലായിരുന്നു, നമ്മുടെ ഭവനങ്ങളിൽ കൂട്ടായ്മയില്ലായിരുന്നു. ഞായറാഴ്ച പോയി കണ്ട് തൃപ്തി അടഞ്ഞ് തിരിച്ചു വന്ന ദൈവം നമ്പുരാൻ ഇന്ന് എല്ലാ ദിവസവും എന്റെ വീടിനകത്തുണ്ട്. അത് ഈ കോവിഡ് തന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. കാരണം നിന്റെ വീട്ടിലെ യാഗപീഠം തകർന്നു പോയിരുന്നു. പ്രിയമുള്ളവരെ, യാഗപീഠം എന്താണ്? അത് ബന്ധങ്ങളാണ്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധങ്ങളാണ്. അത് തകർന്നു പോയില്ലേ? അത് നഷ്ടപ്പെട്ടു പോയില്ലേ?
പ്രിയമുള്ളവരെ, അത് ഞാനും നിങ്ങളും ഇന്ന് തിരിച്ചു പിടിച്ചേ മതിയാവും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ സംഭവം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ യാഗപീഠങ്ങളെ നീ പണിതേ മതിയാവും. പ്രിയമുള്ളവരെ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ യാഗപീഠങ്ങൾ, അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങളുടെ യാഗപീഠങ്ങൾ, മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ യാഗപീഠങ്ങൾ തകർന്നു പോയില്ലേ? അതൊക്കെ നമുക്കൊന്ന് പണിത് കയറ്റിയല്ല മതിയാവോ? നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെ ഊഷ്മളതകൾ തകർന്നു പോയില്ലേ? അതൊക്കെ ഒന്ന് പണിത് കയറ്റിയല്ല മതിയാവോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ആലുവാക്കാരൻ യൂസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വായിച്ചു. അദ്ദേഹം ഒരു മുസ്ലിമാണ്, ആലുവാക്കാരനാണ്, യൂസഫാണ്. അദ്ദേഹത്തിന്റെ തൊഴില് പറയാം, ഈ വെള്ളത്തിനകത്ത് വീണ് മരിക്കുന്നതായിട്ടുള്ള മൃതശരീരങ്ങൾ മുങ്ങിയെടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പതിവ്. ഒരു ദിവസം പോലീസുകാർ വന്നിട്ട് പറയുന്നുണ്ട്, യൂസഫേ, ഒരു മൃതശരീരം കിട്ടാൻ ഉണ്ട്, 3-4 ദിവസമായി പഴകി, എല്ലാരും തപ്പി നോക്കി കിട്ടുന്നില്ല, പക്ഷേ നീ ഭയങ്കര മിടുക്കനാണ്, കാരണം ആലുവാക്കാരൻ യൂസഫിന് വെള്ളത്തിന്റെ അടി കാണാപ്പാടമാണ്, നീ അതൊന്ന് മുങ്ങിയെടുത്തു തരണം. ഈ ആലുവാക്കാരൻ യൂസഫ് 1 മുങ്ങി കിട്ടിയില്ല, 2 മുങ്ങി കിട്ടിയില്ല, 3-ാമത്തെ പ്രാവശ്യം മുങ്ങിയ യൂസഫ് തിരിച്ചു വരാൻ ഇച്ചിരി താമസിച്ചു. ആൾക്കാർ വിചാരിച്ച് കിട്ടിയെന്നോ. യൂസഫ് പൊങ്ങി വന്നു. എന്നിട്ട് യൂസഫ് പറഞ്ഞു, ശവം കണ്ടിട്ടുണ്ട്, ഒത്തിരി പഴകിയിട്ടുണ്ട്, ഒരു പാറക്കെട്ടിനകത്ത് ഉടക്കിയിരിക്കുക, അടുത്ത ട്രിപ്പ് എടുത്തോണ്ട് വരാം. 4-ാമത്തെ പ്രാവശ്യം യൂസഫ് മുങ്ങി. സമയം മുന്നോട്ട് പോവുക. അവസാനം ജീർണിച്ച ഈ മൃതശരീരവുമായി, അഴുകിയ മൃതശരീരവുമായി യൂസഫ് പൊങ്ങി വന്ന് ഈ മണലിന്റെ പുറത്തിട്ടു. പോലീസുകാർ വന്നു, എല്ലാം കണ്ട് ബോധ്യപ്പെട്ടു. അവസാനം ആ വീട്ടിലേക്ക് പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന്റെ മൃതശരീരം കിട്ടിയിട്ടുണ്ട്, ചെറുപ്പക്കാരനാണ്, നിങ്ങളുടെ മകന്റെ മൃതശരീരം കിട്ടിയിട്ടുണ്ട്, അടയാളം വന്ന് കണ്ട് ബോധ്യപ്പെട്ട മൃതശരീരം കൈപ്പറ്റണം. ഉടനെ അങ്ങേ തലയ്ക്കൽ നിന്ന് മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനില്ല, ഈ വീട് വിട്ടവൻ ഇറങ്ങിപ്പോയതാ, എവിടെങ്കിലും പോയി തുലയട്ടെ, ആ ശവം പോലും ഞങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല. ആലുവക്കാരൻ യൂസഫ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലെ പയ്യനാ. ആലുവക്കാരൻ യൂസഫ് അതിന്റെ അടിയിൽ ഒരു സെന്റൻസ് എഴുതി, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആലുവക്കാരൻ യൂസഫ് ഇങ്ങനെയാണ് എഴുതിയത്, ഒരു മുസ്ലിം സ്നേഹിതനാണ്. അവൻ ഇങ്ങനെ എഴുതി വെച്ചു, ദൈവമേ, ചത്ത ശവത്തോട് പോലും തീരുന്നില്ലല്ലോ മനുഷ്യന്റെ പിണക്കങ്ങളൊക്കെ, ചത്ത ശവത്തോട് പോലും തീരുന്നില്ലല്ലോ മനുഷ്യന്റെ ഒക്കെ പിണക്കങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് പരസ്പരം പോരടിച്ചും മല്ലടിച്ചും വഴക്കുണ്ടാക്കിയും ഞാനും നിങ്ങളും നേടിയത് കൊണ്ടൊക്കെ എന്ത് സാധിച്ചു ഈ ജീവിതത്തിൽ? എന്ത് നേടി? ആരോടും മിണ്ടാതിരുന്ന്, ആരോടും അടുക്കാതിരുന്ന്, ആരുടെയും അടുത്ത് പോകാതിരുന്നു. പ്രിയമുള്ളവരെ, യാഗപീഠം വേണ്ടായിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, ഈ പള്ളിയൊക്കെ അടച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയ സമയമാണ് പള്ളി അടച്ച സമയം. പണ്ടിത് തുറന്നു കിടന്നപ്പം ആർക്കും പ്രാർത്ഥിക്കണ്ടായിരുന്നു. ഇത് അടച്ചു, കൊറോണ വന്നു. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാച്ചോ തുറക്കുന്നേ, എന്നാച്ചോ തുറക്കുന്നേ, എന്നാച്ചോ തുറക്കുന്നേ. ഇത് തുറന്നു കിടന്നപ്പോ പോവേ വേണ്ടായിരുന്നു. ഇപ്പോൾ അടച്ചപ്പോഴാണ് താല്പര്യം കൂടിയത്. ഞാൻ ചോദിക്കട്ടെ, വളരെ സുലഭമായി നിനക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു ദൈവ സാന്നിധ്യത്തെ നീ മറന്നു കളഞ്ഞില്ലേ എന്നുള്ളതാണ് ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ ആ യാഗപീഠത്തിൽ നിന്ന് മാറിപ്പോയില്ലേ? വീട്ടിൽ യാഗപീഠങ്ങളില്ലാതെ പോയില്ലേ? ബന്ധങ്ങളുടെ ഒക്കെ ഊഷ്മളതകൾ നഷ്ടപ്പെട്ടു പോയില്ലേ? ആർക്കും ആരോടും ഒരു ബന്ധവുമില്ലാതെ ഞാനും നിങ്ങളും ജീവിച്ചു പോയില്ലേ? മാർത്തോമാ സഭയ്ക്കും ഇങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ട്. മാർത്തോമാ സഭയുടെ ചരിത്രം, പാലക്കുന്നത്ത് മെത്രാച്ചൻ മാവേലിക്കരയ്ക്കടുത്തൊരു പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് മാർത്തോമാ സഭയും യാക്കോബായ സഭയുമുള്ള കേസിന്റെ വിധി വരുന്നത്. കൊച്ചുവറീത പ്രിയപ്പെട്ടവൻ ഈ കേസിന്റെ വിധി പറയാനായിട്ട് ഈ പള്ളിക്കകത്തേക്ക് കയറി വരുന്ന ഒരു രംഗം സഭാ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്. ഈ പാലക്കുന്നത്തെ തിരുമേനി കൊച്ചുവറീതിനെ കാണുമ്പോൾ കൊച്ചുവറീതിനോട് ചോദിക്കുന്നുണ്ട്, കൊച്ചുവറീത, എന്താണ് നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത്? എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താണ് കേസിന്റെ വിധി? ഉടനെ കൊച്ചുവറീത് പറയുന്ന ഒരു മറുപടി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. വി ഹാവ് ലോസ്റ്റ് എവരിത്തിങ്. ഒന്നുമില്ല, വി ആർ ബിഗ് സീറോ. നമുക്കൊന്നും കിട്ടിയിട്ടില്ല. തിരുമേനി അകത്തേക്ക് കയറിപ്പോയി. കണ്ണുനീര് വീണ് കരഞ്ഞ ഒരു ബൈബിളും, കണ്ണുനീര് വീണ് അക്ഷരം മാഞ്ഞു പോയ ഒരു ബൈബിളും ആയിട്ട് പ്രിയപ്പെട്ട തിരുമേനി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നതിന് ശേഷം തിരുമേനി പറഞ്ഞതായിട്ടുള്ള ഒരു സെന്റൻസ് സഭാ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കൊച്ചുവറീതെ കരയാൻ കണ്ണുനീരും ഈ തുറന്ന പുസ്തകവും ഉള്ളിടത്തോളം കാലം ഈ സഭയ്ക്ക് ഒരു ദോഷവും വരില്ലടാ. ഇന്ന് കാണുന്നതായിട്ടുള്ള സകലതും ദൈവം തമ്പുരാൻ തന്നെ അനുഗ്രഹിച്ചില്ലേ? ഭിലായി മാർത്തോമാ ഇടവക, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മീരാവേന്ദർ സെന്റ് ജോൺസ് ഇടവക, മുംബൈയിലെ ധാരാളം ഇടവകൾ, ഡൽഹിയിലെ ധാരാളം ഇടവകൾ, കേരളം, വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇത്രത്തോളം പള്ളികളും കോളേജുകളും സ്ഥാപനങ്ങളും തന്നെ ഈ സഭയെ എന്റെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചെങ്കിൽ സത്യവിശ്വാസ ഓർമ്മപ്പെടുത്തട്ടെ, പൂർവ്വ മാതാപിതാക്കൾ ആരാധിച്ച യാഗപീഠത്തിൽ നിന്ന് നീ ഒരു കല്ലേറ് ദൂരം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നീ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഭിലായി മാർത്തോമാ ഇടവകയ്ക്ക് ഇതൊരു തിരിച്ചുവരവിന്റെ നാളുകളാണ്.
ബാക്ക് ടു ദ ഓൾട്ടർ, യാഗപീഠത്തിലേക്ക് ഞാനും നിങ്ങളും മടങ്ങിപ്പോയേ മതിയാവും. പ്രിയമുള്ളവരെ, ആ യാഗപീഠത്തിലേക്ക് നിശ്ചയമായും ഞാനും നിങ്ങളും മടങ്ങിപ്പോകണം. എന്റെ ഒന്നാമത്തെ ധ്യാനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്ക് ടു ദ ഓൾട്ടർ, ദ എവർലാസ്റ്റിംഗ് പ്രസൻസ്, ദ അബൈഡിംഗ് പ്രസൻസ്. യേശു കർത്താവിന്റെ, ദൈവത്തിന്റെ ഈ ഒരു നിലനിൽക്കുന്ന സാന്നിധ്യം ഈ ദൈവാലയത്തിന്റെ മേൽ ഉണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങളും നിശ്ചയമായി മനസ്സിൽ കുറിച്ചിടേണ്ട ഒന്നാമത്തെ കാര്യം, ബാക്ക് ടു ദ ഓൾട്ടർ, നിന്റെ യാഗപീഠത്തിലേക്ക് നീ തിരിച്ചു പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ എന്റെ ചിന്ത, ഞാൻ ഈ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നിന്നാണ് എന്റെ രണ്ടാമത്തെ ചിന്ത എടുത്തിരിക്കുന്നത്. And at noon Elijah mocked them, saying, Cry aloud, for he is a God. Either he is musing, or he is relieving himself, or he is on journey. 27-ാം വാക്യം വരുമ്പോൾ പറയുന്നുണ്ട്, ഉറക്ക വിളിക്കുക, ഉറക്ക വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏലിയാവ് എന്ത് ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിക്കുകയാണ്. നിങ്ങൾ ഉറക്ക വിളിക്കുക, നിങ്ങളുടെ ദൈവം ധ്യാനിക്കുകയായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തൊരു ചങ്കൂറ്റമാണ് ഏലിയാവിന്! ഏലിയാവ് അവരെ കളിയാക്കുകയാണ്, ഏലിയാവ് അവരെ പരിഹസിക്കുകയാണ്. ഇത്രമാത്രം തന്റെ ഇടം പാടുണ്ടോ ഏലിയാവ്? പക്ഷേ ഇപ്പോൾ ഏലിയാവിന്റെ മുട്ടുവറയ്ക്കുകയാണ്. അവൻ കാളയെ മുറിച്ചു വെച്ചു, വെള്ളം കോരി ഒഴിച്ചു. എത്ര തൊട്ടി വെള്ളമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4x3, 12 തൊട്ടി വെള്ളം. ഈ ഏലിയാവ് ഇത്രയൊക്കെ അവരെ പരിഹസിച്ചതാണ്. അതിനുശേഷം എല്ലാം തയ്യാറാക്കി വെച്ചപ്പോൾ ഏലിയാവിന് വല്ലാത്ത ഒരു ഭയം, ഏലിയാവിന് വല്ലാത്ത ഒരു സങ്കടം. ഏറ്റവും അവസാനം അവന്റെ മനസ്സിൽ ഒരു ചെറിയൊരു ആശങ്ക. ഇനി അഥവാ ദൈവം തമ്പുരാൻ കേട്ടില്ല എങ്കിൽ എന്റെ ദൈവമേ, എന്തായിരിക്കാം ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്? എന്തായിരിക്കാം ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്? അവൻ 37-ാം വാക്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നു, വേഴ്സ് 37, യഹോവേ എനിക്കുത്തരമരുളണമേ, യഹോവേ എനിക്കുത്തരമരുളണമേ, നീ ദൈവം തന്നെ യഹോവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വേഴ്സ് 37 അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ആൻസർ മീ ഓ ലോർഡ്, ആൻസർ മീ, that this people may know that you, O Lord, are God, and that you have turned their hearts back. ഈ ജനം തങ്ങളുടെ ഹൃദയം തിരിച്ചു എന്നറിയേണ്ടതിനോ ദൈവമേ നീ ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയാണ് എന്റെ രണ്ടാമത്തെ ധ്യാനം. രണ്ടാമത്തെ ധ്യാനത്തിന്റെ തലക്കെട്ട് ബാക്ക് ടു പ്രയർ. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നീ മടങ്ങിപ്പോവുക. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ദൈവാലയത്തിന്റെ മേൽ പൊരുന്നി വരേണ്ടതിനായി നീ മനസ്സിന്റെ ഹൃദയത്തിന്റെ പലകയിൽ കുറിച്ചിടേണ്ട രണ്ടാമത്തെ ധ്യാനം, നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇന്ന് രാത്രി നീ തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടു പോയ യാഗപീഠങ്ങളെ പണിതു കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു റീകൺസ്ട്രക്ട് ദ ഓൾട്ടർ. ഒന്ന്, നീ നിന്റെ ഓൾട്ടർ പണിയുക. രണ്ട്, യു ഗോ ബാക്ക് ടു യുവർ പ്രയർ. നിന്റെ പഴയ പ്രാർത്ഥനയിലേക്ക് നീ മടങ്ങിപ്പോയേ മതിയാവൂ എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ബാലിന്റെ ദൈവന്മാരെ പരിഹസിച്ചിട്ടാണ് ഏലിയാവ് കയറി നിൽക്കുന്നത്. ഇനി അഥവാ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഈ ദേവന്മാരുടെ മുമ്പിൽ ഒന്ന്, ഞാൻ എന്റെ ജീവൻ അപകടത്തിൽ. അതിനേക്കാൾ പ്രധാനം ഏലിയാവിന് എന്താണെന്നറിയാമോ? എന്റെ ദൈവം ഈ ദേവന്മാരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടാൻ പോവുക. എന്റെ ദൈവം ഈ ദേവന്മാരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടാൻ പോവുക. അത് സഹിക്കാൻ പറ്റുന്നില്ല ഏലിയാവിന്. ഏലിയാവ് 2 കൈയും ഉയർത്തി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക, സിമ്പിൾ ആയിട്ടൊന്ന് ഇമാജിൻ ചെയ്തു നോക്കുക. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് എങ്ങനെയാ പ്രാർത്ഥിച്ചതെന്ന് ഞാൻ ഇങ്ങനെ പറയും. 2 കാലും അവൻ ആ പർവ്വതത്തിന്റെ മണ്ടയ്ക്ക് മുട്ടുകുത്തി, 2 കൈയും അവൻ സ്വർഗത്തിലേക്ക് വിരിച്ചു. എന്നിട്ട് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. എന്നിട്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആൻസർ മീ ഓ ലോർഡ്, ആൻസർ മീ ഓ ലോർഡ്. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. ഈ പ്രാർത്ഥന ഓരോ ഞായറാഴ്ചയും നിങ്ങൾ കേൾക്കുന്നതാ. എവിടാണെന്ന് പറയട്ടെ? വിശുദ്ധ തക്സയ്ക്കകത്തുണ്ട്. വിശുദ്ധ തക്സയ്ക്കകത്ത് പട്ടക്കാരൻ 2 കൈയും സ്വർഗത്തേക്ക് ഉയർത്തി നെഞ്ചത്തടിച്ചോണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യഹോവേ ഞങ്ങളോട് ഉത്തരമരുളണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളണമേ. ഇതാരുടെ പ്രാർത്ഥനയാണെന്നറിയാമോ? ഇതാര് പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്നറിയാമോ? ഏലിയാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാ. അറ്റ് ദ മൗണ്ട് കാർമേൽ, ആ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് എന്നെ നിങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയാ. വിശ്വാസ സമൂഹമേ, ഭിലായ് മാർത്തോമായ ഇടവകേ, പൂർവ്വ മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എനിക്ക് നിങ്ങൾക്കും ഇന്ന് രാത്രി നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തട്ടെ. നീ നിന്റെ പഴയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയേ മതിയാവും. യു ഗോ ബാക്ക് ടു യുവർ പ്രയർഫുൾ ലൈഫ്. നിന്റെ പഴയ പ്രാർത്ഥനാ ജീവിതത്തെ ഇന്ന് രാത്രി നീ ഒന്ന് തിരിച്ചു പിടിച്ചേ മതിയാവും.
പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പ്രാർത്ഥനയില്ലാതെ പോയില്ലേ? ഇന്ന് നമുക്ക് പ്രാർത്ഥന കുറഞ്ഞു പോയില്ലേ? എന്തുകൊണ്ടാണ് ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടമായി പോയത്? എന്തുകൊണ്ടാണ് ദൈവ സാന്നിധ്യം നമുക്ക് കുറഞ്ഞു പോയത്? നമ്മുടെ പ്രേയർഫുൾ ലൈഫ് നഷ്ടപ്പെട്ടു പോയി. പൂർവ്വമാതാപിതാക്കൾക്കുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന നമുക്കിന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവ സാന്നിധ്യം പോലും നമുക്കില്ലാതെ പോയത് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ കോവിഡ് കാലം എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ ഈ കോവിഡ് തന്ന ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. കാരണം ഈ കോവിഡ് വന്നതുകൊണ്ട് എന്റെ ജനം ഇത്രമാത്രം പ്രാർത്ഥിച്ച ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച, എന്തിനേറെ പറയണം, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പുരോഹിതനായ ഞാൻ ഇത്രമാത്രം ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, എന്റെ ആയുസ്സിൽ ഉണ്ടായിട്ടില്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. പ്രിയപ്പെട്ട പുരോഹിത, പ്രിയപ്പെട്ട ദൈവജനമേ, പണ്ട് കാലത്ത് നിനക്കുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഇന്ന് നിനക്കത് നഷ്ടമായി പോയെങ്കിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു പിടിക്കുക. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ വേദപുസ്തകം ഇങ്ങനെയാ പറയുന്നത്, ഉടനെ യാഗപീഠത്തിൽ തീ ഇറങ്ങി ആ യാഗപീഠത്തെ ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുകയാ. നിന്റെ യാഗപീഠത്തിൽ തീ ഇറങ്ങണമെങ്കിൽ, നിന്റെ പള്ളിയിൽ തീ ഇറങ്ങണമെങ്കിൽ, നിന്റെ വീട്ടിൽ തീ ഇറങ്ങണമെങ്കിൽ നിന്റെ പ്രാർത്ഥന ഉയരണം ദൈവസന്നിധിയിൽ. നിന്റെ പ്രാർത്ഥന തമ്പുരാന്റെ സന്നിധിയിൽ വരണം. പ്രിയമുള്ളവരെ, ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് നിന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ നെഞ്ചത്തടിച്ചങ്ങ് പ്രാർത്ഥിക്കും. എന്റെ ഈ നെഞ്ചത്തെ അടി മൈക്കിനകത്തൂടെ അല്ലാതെയൊക്കെ അങ്ങ് പുറത്തു കേൾക്കാം. ഞാൻ ഈ വിവാഹം കഴിച്ച സമയത്തൊക്കെ എന്റെ അമ്മായിയപ്പൻ ഓരോ പ്രാവശ്യം ഞാൻ നെഞ്ചത്തടിക്കുന്ന സമയത്ത് എന്നെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്നോട് പറയുമായിരുന്നു, എന്റെ അച്ഛൻ ഈ നെഞ്ചത്തടിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ അച്ഛ ഇത്ര അടിക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അല്ലച്ച, അത്രയും വേണ്ട, ചെറുതായിട്ടൊന്ന് തൊട്ടാ മതി, മൈക്കൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങ് പുറത്ത് കേൾക്കാം. കാരണം എന്റെ അമ്മായിപ്പന്റെ സങ്കടം പിന്നെ എനിക്ക് മനസ്സിലായി. ഇനി അഥവാ നെഞ്ചത്തെങ്ങാനും അടിച്ച് നെഞ്ച് കലങ്ങി പോയി കഴിഞ്ഞാൽ, മരുമോൻ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോൾ അനാഥമായി പോകുമല്ലോ എന്നുള്ള ഒരു സങ്കടം കൊണ്ട് പറഞ്ഞതാ. എന്നാൽ പ്രിയമുള്ളവരെ, തക്സ എടുത്തുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എന്റെ മനസ്സ് മുഴുവൻ കർമ്മേൽ പർവ്വതത്തിലാണ്. ഒരു മനുഷ്യൻ ക്വാറന്റൈനിൽ നിൽക്കുകയാ, ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുകയാ, സകല പ്രതീക്ഷയും ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാതെ നിൽക്കുക, ബാലിന്റെ ദേവന്മാരെ വെല്ലുവിളിച്ചിട്ട് നിൽക്കുക. അവിടെ ആ മനുഷ്യന്റെ മുമ്പിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഒറ്റ സെന്റൻസ് ഏലിയാവ് പ്രാർത്ഥിച്ചുള്ളൂ. ഓൺലി വൺ സെന്റൻസ്, ആൻസർ മീ ഓ ലോർഡ്, ആൻസർ മീ. ദൈവമേ, നീ എനിക്ക് ഉത്തരം അരുളണം. പ്രിയമുള്ളവരെ, ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കണ്ട. ഒറ്റ വിളി വിളിച്ചാൽ നിന്റെ ദൈവം കേൾക്കും. വിശ്വസിക്കുന്നെങ്കിൽ വീട്ടിൽ ഇരുന്ന ഒരു ആമേൻ പറ. ഒറ്റ വിളി വിളിച്ചാൽ നിന്റെ ദൈവം നമ്പരാൻ കേൾക്കും. നീണ്ട പ്രാർത്ഥനയൊന്നും വേണ്ട, 1 മണിക്കൂറൊന്നും പ്രാർത്ഥിക്കണമെന്നില്ല. നിന്റെ ഹൃദയം തകർന്നുള്ള ഒരു വിളി സ്വർഗത്തിൽ ചെവിക്കൊള്ളുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏലിയാവ് ഹൃദയം പൊട്ടിയാ വിളിക്കുന്നത്, തമ്പുരാനെ തീ ഇറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ നീ അപമാനിക്കപ്പെടാൻ പോകുക, ഞാൻ നിന്ദിക്കപ്പെടാൻ പോകുക. അതുകൊണ്ട് എന്റെ ഈ അപേക്ഷ നീ കേട്ടേ മതിയാവുമെന്ന് ദൈവസന്നിധിയിൽ അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ഈ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ? നമുക്ക് ഈ പ്രാർത്ഥന ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന അനുഭവത്തിലേക്കോ നമുക്കൊന്ന് തിരിച്ചു പോകണ്ടേ? ഡോക്ടർ വി ശ്രീധരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ആരാണ് ഡോക്ടർ വി ശ്രീധരൻ? ഡൽഹിക്കാർക്ക് നന്നായിട്ട് അറിയാം. ഡൽഹി മെട്രോ, കൊച്ചി മെട്രോ എല്ലാം യാഥാർത്ഥ്യമാക്കിയ, കൊൽക്കത്ത മെട്രോ എല്ലാം യാഥാർത്ഥ്യമാക്കിയ ഉരുക്കു മനുഷ്യൻ, മെട്രോമാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥലം പൊന്നാനിയാണ്, കേരളത്തിൽ പൊന്നാനിക്കാരനാണ്. അദ്ദേഹം 1956 അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുകയാണ്. 1964 ഒരു സാധാരണ എഞ്ചിനീയറായി റെയിൽവേയിൽ ജോലിക്ക് കയറിയ മനുഷ്യൻ. നമുക്കറിയാം, തമിഴ്നാട്ടിൽ പാമ്പൻ പാലം ഒരു കൊടുങ്കാറ്റിൽ പേമാരിയിൽ തകർന്നു പോവുകയാണ്, ഒരു ട്രെയിൻ ഉൾപ്പെടെ തകർന്നു പോവുകയാണ്. ആ പാമ്പൻ പാലം ചുരുങ്ങിയ ദിവസം കൊണ്ട് പൂർത്തീകരിച്ച മനുഷ്യനാണ്. അവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളെ വെച്ച് ചുരുങ്ങിയ നിമിഷം കൊണ്ട് അദ്ദേഹം പൂർത്തീകരിച്ചു. ഒരു സാധാരണ എഞ്ചിനീയർ. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വളർച്ചയാണ് നമ്മൾ കണ്ടത്. ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന കൊങ്കൺ റെയിൽവേ, 736 കിലോമീറ്റർ നീളമുള്ള കൊങ്കൺ റെയിൽവേ, 1500 പാലങ്ങളും അതിനേക്കാൾ തുരങ്കങ്ങളും ഉള്ളതായിട്ടുള്ള കൊങ്കൺ റെയിൽവേ യാഥാർത്ഥ്യമാക്കിയ മനുഷ്യൻ ഡോക്ടർ ഇ ശ്രീധരൻ. അദ്ദേഹത്തെ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഈ വലിയ പ്രോജക്റ്റുകളൊക്കെ സാധ്യമാക്കാൻ, പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ പ്രോജക്റ്റുകളൊക്കെ സാധ്യമാക്കാൻ എങ്ങനെ താങ്കൾക്ക് സാധിക്കുന്നു? ഇപ്പോൾ പാലാരിവട്ടം പാലം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലോ. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അക്രൈസ്തവനായ മനുഷ്യൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ഇങ്ങനെയാണ്: ഞാൻ രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ വീടിന്റെ പൂജാമുറിയിൽ കയറി ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടല്ലാതെ
ഇന്ന് വരെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ അർദ്ധരാത്രി എത്ര കൊലപ്പാതിരാത്രിയാണെങ്കിലും ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ രാത്രി വന്ന് മുറ്റത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് കാല് കഴുകി ഞാൻ നേരെ കയറുന്ന എന്റെ പ്രാർത്ഥനാ മുറിയിലേക്കാണ്. അവിടെ കയറി പ്രാർത്ഥിച്ചല്ലാതെ ഇന്ന് വരെ ഞാൻ അത്താഴം കഴിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ എന്റെ വളർച്ചയ്ക്ക് മുമ്പിൽ എന്റെ ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയാണെന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന ദൈവവിശ്വാസിയെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, കണ്ണുനീരോടെ ഞാനും നിങ്ങളും കിടന്നുറങ്ങിയപ്പോൾ, എന്റെയും നിങ്ങളുടെയും കട്ടിലിന്റെ അടുത്ത് രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഞാനും നിങ്ങളും അറിയാതെ വന്ന് നിന്ന് കണ്ണുനീരൊഴുക്കി, എന്റെയും നിങ്ങളുടെയും കാലിൽ ചൂട് കണ്ണുനീര് വീണത് അറിയാതെ ഞാനും നിങ്ങളും കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയപ്പോൾ എന്റെയും നിങ്ങളുടെയും കട്ടിലിനടുത്ത് നിന്ന് പ്രാർത്ഥിച്ച അപ്പനമ്മമാർ വീട്ടിലുണ്ടായിരുന്നു. മറന്നുപോകരുത് പ്രിയമുള്ളവരെ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പൂർവ്വ മാതാപിതാക്കളുടെ തലമുറയ്ക്ക് ഇന്ന് പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ലാതെ പോയില്ലേ? ഇന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതെ പോയില്ലേ? എവിടെയാണ് നമുക്ക് ജീവിതത്തിൽ നഷ്ടമായി പോയത് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ? പ്രിയമുള്ളവരെ, അത് തിരിച്ചു പിടിച്ചാൽ മതിയാവും. പട്ടക്കാരുടെ പട്ടം കൊട ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു പാട്ടുണ്ട്. നിത്യമുഷസ്സിലും അന്തിയിലും പ്രാർത്ഥിപ്പോരിവരാകണമേ, നിത്യമുഷസ്സിലും അന്തിയിലും പ്രാർത്ഥിപ്പോരിവരാകണമേ. ഓരോ ഉഷസ്സിലും അന്തിയിലും പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി ദൈവമേ ഇവർ പട്ടം കെട്ടപ്പെടുവാൻ സഹായിക്കണമേ. പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, പുരോഹിതന്മാർ, ദൈവവിശ്വാസ സമൂഹം പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആ പ്രാർത്ഥന തിരിച്ചു പിടിച്ചേ മതിയാവും. അതെ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഒരു പട്ടക്കാരൻ അദ്ദേഹം കൺവെൻഷന് പ്രസംഗിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം ഒരു വീട്ടിലായിരുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലെ അമ്മയുണ്ട്, ഒരു കൊച്ചു കുഞ്ഞുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ഒരു വലിയ 2 നില വീടാണ്. ഭക്ഷണം കഴിച്ച് ആ പുരോഹിതൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ പ്രാർത്ഥിക്കാനായിട്ട് ഒരു പാ കൊണ്ടുവന്ന് തറയിലിട്ടു. ആ പാ മുഴുവൻ അങ്ങ് കീറിപ്പോയിരിക്കുക. ഈ കീറിയ പാ കണ്ടതും ഈ അച്ഛന് ഭയങ്കര സങ്കടമായിപ്പോയി. എടാ, ഇത്രയും വലിയ വീടൊക്കെ വാങ്ങിക്കാമെങ്കിലും നല്ല പാ വാങ്ങിച്ചു കൂടായിരുന്നു. ഏറ്റവും അവസാനം അച്ഛനതെ കയറി നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മ ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ സങ്കടപ്പെടല്ലേ, അച്ഛൻ ആ ചവിട്ടി നിന്ന് ആ പാ മാത്രമേ ഉള്ളച്ചോ എന്റെ. ഉടനെ പെട്ടെന്ന് അച്ഛൻ ചോദിച്ചു, അമ്മ ഈ വീട് ആരുടെയാ? എന്റെ അല്ലച്ചു. അമ്മ ഈ കാണുന്നതൊക്കെ എന്റെ അല്ലച്ചു. എന്താ അമ്മ സംഭവം? ഭർത്താവ് മരിച്ചുപോയി 2 ദിവസം മുമ്പ്. ഏറ്റവും അവസാനം ഒരു കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയെന്ന് അറിയില്ല. ഭയങ്കര കടബാധ്യതകളുമായിട്ടാണ് അപ്പൻ ആത്മഹത്യ ചെയ്തത്. അപ്പൻ മരിച്ചുപോയത്. ഭയങ്കര കടബാധ്യത. ആൾക്കാർ കടം ചോദിച്ചു വരാൻ തുടങ്ങി. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. കുഞ്ഞുമായിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അന്നേരമാണച്ചോ ഈ പള്ളിയിലെ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, നീ ജീവിതം അവസാനിപ്പിക്കാൻ വരട്ടെ, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ ഒരു വീടുണ്ട്, അവിടെ പോയി ഫ്രീ ആയിട്ട് നിനക്ക് താമസിക്കാം, വല്ല കൂലിവേലം ചെയ്ത് നീ ആ കൊച്ചിനെ വളർത്ത്. അങ്ങനെ ആ മനുഷ്യൻ തന്ന വീടാ. അപ്പോൾ ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന അച്ഛൻ ഇച്ചിരി ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ച് കടം വാങ്ങിച്ച് ഇച്ചിരി പൈസ ഒക്കെ ഒപ്പിച്ച് അച്ഛന് ഭക്ഷണം ഒരുക്കിയതാ. അച്ഛന്റെ കണ്ണ് നിറഞ്ഞുപോയി. അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ പറഞ്ഞു, അച്ഛൻ സങ്കടപ്പെടേണ്ട അച്ഛൻ, അച്ഛൻ എനിക്ക് വേണ്ടി എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മ ഇത്രയും കൂടെ പറഞ്ഞു, അച്ഛൻ നൂലേൽ കെട്ടി ഇറക്കുന്ന ഒരു ദൈവം ഉണ്ട് അച്ഛൻ, നൂലേൽ കെട്ടി ഇറക്കുന്ന ഒരു ദൈവം ഉണ്ട് അച്ഛൻ. ഈ അച്ഛൻ പോയി. വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ അതേ സ്ഥലത്ത് വീണ്ടും പ്രസംഗിക്കാൻ ചെന്നു. പ്രസംഗം കഴിഞ്ഞ് അച്ഛനെ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് കൊണ്ടുപോയി. വലിയൊരു 2 നില വീടാ. ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഭക്ഷണം അച്ഛൻ ഇന്നുവരെ കഴിച്ചിട്ടില്ല. ഒരു മകനുണ്ട് ആ അമ്മയ്ക്ക്. അവൻ വിദേശത്ത് ഉന്നതമായ ജോലിയില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിലെ അമ്മ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്നെ ഓർമ്മയുണ്ടോ? ഉടനെ അച്ഛൻ പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഏതെല്ലാം നാട്ടിൽ പ്രസംഗിക്കാൻ പോകുന്ന എല്ലാരും ഓർത്തിരിക്കാൻ പറ്റുമോ? അല്ലച്ചോ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു രക്ഷയില്ല അമ്മേ. അമ്മ പറയാ, ആരാ? അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി പോകുമ്പോൾ ഒരു കീറിയ പാ തറയിൽ വിരിച്ച ഒരു അമ്മ ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ പോട്ടെ, ഇറങ്ങിപ്പോകുമ്പോൾ നൂലേൽ കെട്ടിയിറങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞ ഒരു അമ്മ ഓർമ്മയുണ്ടോ? ഉടനെ പെട്ടെന്ന് അച്ഛൻ ഓർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഈ വീട് എന്റെ സ്വന്തമാച്ചു, അമ്മ ഈ കാണുന്നതൊക്കെ എന്റെ സ്വന്തമാച്ചു. ആ അമ്മയുടെ ചരിത്രം പറയാൻ തുടങ്ങി. അച്ഛൻ എന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് രാത്രിയിൽ ഞാൻ ഓരോ ദിവസവും അർദ്ധരാത്രി ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കും. അവൻ ഉറങ്ങി കഴിയുമ്പോൾ അവന്റെ കട്ടിലിന്റെ അടുത്ത് പോയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിക്കും, എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന്. എന്റെ കുഞ്ഞു അവനെ ഞാൻ പഠിപ്പിച്ചു. അവന് വിദേശത്ത് അവന്റെ മേലധികാരികൾക്ക് അവനോട് പ്രിയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛോ, എന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എന്റെ ദൈവം നമ്പരാൻ കേട്ടച്ചു. എന്നിട്ട് അമ്മ ഇത്രയും കൂടെ പറഞ്ഞു. അന്ന് അച്ഛനോട് ഈ അമ്മ പറഞ്ഞ ഒരു വാക്ക് അച്ഛൻ ഓർമ്മയുണ്ടോ? നൂലേൽ കെട്ടിയിറക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഉണ്ടമ്മേ. അച്ഛോ, സത്യമച്ചോ, നൂലേൽ കെട്ടിയിറക്കുന്ന ഒരു ദൈവം ഉണ്ട് അച്ഛോ. അച്ഛനെ എവിടെ ചെന്ന് വേണമെങ്കിലും പ്രസംഗിക്കാം. നൂലേൽ കെട്ടിയിറക്കുന്ന ഒരു
ദൈവമുണ്ട്. ഇന്ന് രാത്രി ഭിലായ് മാർത്തോമ ഇടവകയിലെ വിശ്വാസ സമൂഹമേ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലാതെ ദേശത്ത് വന്ന നിങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചപ്പോൾ നിനക്ക് മതിയായവനാ. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ മതിയായ ദൈവമാ. നിനക്ക് നഷ്ടമായി പോയ പ്രാർത്ഥന, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായി പോയ പ്രാർത്ഥന, ഇന്ന് ദൈവം തമ്പുരാനെ ഗോഡ് ഓഫ് കൺവീനിയൻസ്, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു ദൈവമായി ദൈവം മാറിപ്പോയി. നോ, പാടില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്ന അപ്പനമ്മമാരുടെ മക്കൾക്ക് ഒരു ദോഷവും വരില്ല. പ്രിയമുള്ളവരെയും, അങ്ങനെ ഒരു മകനാ ഞാൻ. 32 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പൻ മരിച്ചു പോയതാ. എന്റെ അമ്മയ്ക്കും മക്കളും, ഞങ്ങൾ മക്കളും 3 പേരാ. എന്റെ അമ്മ രാത്രി 45 മിനിറ്റ് ഉണ്ട്. അമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന. എന്റെ അമ്മയുടെ പ്രാർത്ഥന മുഴുവൻ കാരണം പറക്കമുറ്റാത്ത അപ്പൻ ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുമ്പോൾ എന്റെ അമ്മയ്ക്ക് എങ്ങനെ വളർത്തണമെന്നറിയത്തില്ല. എന്റെ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? കുഞ്ഞുങ്ങളുമായി കണ്ണുനീരോട് ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ഭിലായ് മാർത്തോമയുടെ വകയിൽ ദൈവവചനം പറയാൻ എന്റെ പൊന്നു തമ്പുരാൻ എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ അമ്മയുടെ തോരാത്ത കണ്ണുനീരാ, എന്റെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതമാ. മറന്നു പോകരുത് പ്രിയപ്പെട്ട ദൈവജനമേ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി നീ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാൽ മതിയാവും. വിശുദ്ധ വേദപുസ്തകത്തിൽ സെക്കര്യാവ് എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ട്. നറുക്ക് വീഴാൻ നോക്കിയിരിക്കുക, മക്കളില്ല, പാവത്തിന് മക്കളില്ല, നറുക്ക് വീഴാൻ നോക്കിയിരിക്കുക. ഓരോ പ്രാവശ്യവും നറുക്ക് വീഴുമ്പോൾ പുള്ളിക്കാരൻ കാലെ പൊങ്ങി നോക്കും, എന്റെ പേരാണോ? അല്ല. എന്റെ പേരാണോ? അല്ല. ഏറ്റവും അവസാനം നറുക്ക് വീണു. ഈ മനുഷ്യൻ ഒരൊറ്റ ഓട്ടമായി. എങ്ങോട്ടാണെന്നറിയാമോ? പള്ളിക്കകത്തോട്ട്, മദ്ബഹായിലോട്ട് ഓടിച്ചെന്ന സ്റ്റെപ്പേ കയറി നിന്നു. എന്നിട്ട് വാ വിളിച്ചു, ദൈവമേ എനിക്ക് മക്കളില്ലെന്ന് പറയാൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ വാ വിളിക്കുന്നതിന് മുമ്പേ എന്റെ ദൈവത്തിന്റെ ദൂതന യാഗപീഠത്തിന്റെ വലതുവശത്ത് ഇറങ്ങി വന്നു. എന്നിട്ട് സെക്കര്യാവിനോട് പറഞ്ഞു, സെക്കര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഹൃദയഭാരത്തോടെ, ഹൃദയവേദനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ആരെങ്കിലും എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ വേദന അറിയുന്ന അവൻ നിന്റെ മറുപടി 100 വട്ടം. ഇന്ന് രാത്രി ആരെങ്കിലും ഭാരത്തോടെ എന്നെ കേൾക്കുന്നെങ്കിൽ ഹൃദയഭാരതയുടെ പ്രാർത്ഥന കേട്ട ദൈവമാ. ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ട ദൈവമാ. ആ ദൈവം നിനക്ക് മതിയായ ദൈവമാ. അങ്ങനെയാണെങ്കിൽ ഭിലായ് മാർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ ഇടവക പെടട്ടെ. എന്റെ ദൈവമായിട്ട് ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ ചിന്ത, ബാക്ക് ടു പ്രയർ. ഇടവകയ്ക്ക് നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം ഇന്ന് രാത്രി തിരിച്ചു പിടിക്കണം. ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കാൻ ഇടവകയ്ക്ക് സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇടവക ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ നിങ്ങളെ അസന്നിഗ്ധമായി ഓർമ്മപ്പെടുത്തട്ടെ. മൂന്നാമത്തെ ഒരു ചിന്തയോടെ പറഞ്ഞ ഞാൻ എന്റെ ധ്യാനം അവസാനിപ്പിക്കട്ടെ. 3, ബാക്ക് ടു ലൈഫ്. നിന്റെ ജീവിതത്തിലേക്ക് നിന്നെ മടക്കി വരുത്തുന്ന ഒരു ദൈവം. ബാക്ക് ടു ദ ഓൾട്ടർ. യാഗപീഠത്തിലേക്കുള്ള മടക്കം. ഒരു ദൈവം. ഏലിയാവ് തകർന്നുപോയി. ഈ തീയൊക്കെ ഇറക്കി സത്യമാണ്. അത് കഴിഞ്ഞിട്ട് 19 ഒരു പ്രാർത്ഥനയുണ്ട്. ഏലിയാവ് മരുഭൂമിയിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്, 4-ാം വാക്യത്തിലാണ്. അവൻ ഒരു വഴി ദൂരം, അവൻ അവിടെ കിടന്നുകൊണ്ട് and he asked that he might die. അവൻ, it is enough now, O Lord, take away my life, for I am no better than my fathers. Take away my life. എന്റെ ജീവൻ എടുക്കണം. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ മരിക്കാൻ ആഗ്രഹിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. മരിക്കാൻ ആഗ്രഹിച്ച ഒരു ഏലിയാവ്, പക്ഷേ ദൈവം വിട്ടില്ല. ദൈവം അവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്, ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, യാഗപീഠം പണിതാൽ, പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് നിന്നെ ജീവനിലേക്ക് മടക്കി വരുത്താൻ മതിയായ ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് രാത്രി ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ ധ്യാനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നീ പ്രാർത്ഥിച്ചാൽ,
നീ യാഗപീഠം പണിതാൽ, നീ ദൈവത്തെ ആരാധിച്ചാൽ, അവസാനിച്ചെടുത്തു നിന്റെ ദൈവം തമ്പുരാൻ തുടങ്ങും. മറന്നു പോകരുത്. ഫ്രം ദ ഒമേഗ പോയിന്റ് ദൈവം തമ്പുരാക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. ഈ കോവിഡ് കാലത്ത് എന്നെ കേൾക്കുന്ന ദൈവജനമേ, എല്ലാം അവസാനിച്ചു. ഇനി ഒരു പ്രതീക്ഷയില്ല. ജോലി നഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരിടത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞ ഒരു അനുഭവമാണ്. അച്ഛോ, ജോലി നഷ്ടപ്പെട്ടു, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, വീടിന് വാടക കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വിദേശ രാജ്യത്താണ്, വീടിന് വാടക കൊടുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് കാറിനകത്താണ് ഞങ്ങൾ കുടുംബമായിട്ട് കഴിച്ചു കൊടുത്തത്. കാറിനകത്ത് എങ്ങോട്ട് തിരിച്ചു പോകും അറിയത്തില്ല അച്ഛോ. സകലതും അവസാനിച്ചു, ഇനി ഒന്നും നടക്കില്ല. പ്രിയമുള്ളവരെ, ഏലിയാവിന്റെ ദൈവം പറയുന്നതല്ല, നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമാണ് ഏലിയാവിന്റെ ദൈവം. ഹൂ ഈസ് ദ ഗോഡ് ഓഫ് എലൈജ? ഏലിയാവിന്റെ ദൈവം ആരാ? അവൻ നിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ദൈവമാ, മറന്നു പോകരുത്. സകലതും അവസാനിച്ച് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച ഏലിയാവിനെ ദൈവം തമ്പുരാൻ അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. ഏലിയാവ് എഴുന്നേറ്റ് തിന്നടാ. അവൻ കഴിച്ചു, വീണ്ടും കിടന്നുറങ്ങി. വീണ്ടും തട്ടി എഴുന്നേൽപ്പിച്ചു. ഏലിയാവേ, റൈസ്, എഴുന്നേൽക്കുക. അവൻ വീണ്ടും എഴുന്നേറ്റു. നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇവിടം കൊണ്ട് തീർന്നു പോകാനല്ല നീ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കൊറോണ കൊണ്ട് അവസാനിച്ചു പോകാനുള്ളതല്ല നിന്റെ ജീവിതം. ഒരു കൊറോണ അല്ല, 9 കൊറോണ വന്നോട്ടെ, അവിടം കൊണ്ട് തീർന്നു പോകാനല്ല ദൈവവൈതലിന്റെ ജീവിതം. നിനക്ക് ഇനിയും ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട് എന്ന് ഏലിയാവിന്റെ ദൈവം ഇന്ന് രാത്രി നിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതല്ല നിന്റെ ജീവിതത്തിന്റെ അവസാനം. നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ, പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്നെ കണ്ട ഒരു ദൈവമുണ്ട്. അവന് നിന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. അവന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് കൊറോണ കൊണ്ട് അവസാനിച്ചു പോകാനല്ല. ഇനിയും നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട് എന്ന് ദൈവം തമ്പുരാൻ പോകാം. പക്ഷേ ഇനിയും തമ്പുരാൻ നിന്നെ പരിപോഷിപ്പിക്കാൻ മതിയായ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പുതുവഴികളെ നിനക്ക് തുറന്നു തരാൻ അവൻ മതിയായ ദൈവമാ. ഒരു വാതിലടയുമ്പോൾ 9 വാതിൽ തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഫ്രം ദ ഒമേഗ പോയിന്റ് ടു ദ ആൽഫ പോയിന്റ്. നീ അവസാനിച്ചെന്ന് കരുതുന്നിടത്ത് എന്റെ ദൈവം തുടങ്ങുമെന്നുള്ളതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള ഏറ്റവും വലിയ സുവിശേഷം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം അവസാനിച്ചു, ഭിലായിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കഥയില്ല, ഇവിടെ പച്ച പിടിക്കാനാവുന്നില്ല എന്ന് തീരുമാനിച്ച എത്ര മാതാപിതാക്കൾ ഒരു പക്ഷേ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടാവാം. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങനെ അവസാനിച്ചു നിന്റെ ഉടനെ തമ്പുരാൻ നിന്നെ സമ്മതിച്ചോ? ഇല്ല. നിന്നെ അവിടെ കൊണ്ടുവന്നത് നിന്റെ ഉടനെ തമ്പുരാനാണെങ്കിൽ അവന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. നീ അറിഞ്ഞില്ലേ? അവൻ ഒന്നും അറിയാതെ നിന്നെ കൊണ്ടുവന്നതല്ല. ഈ കോവിഡ് കാലത്ത് ആരെങ്കിലും തിരിച്ചു പോകാൻ ആഗ്രഹിച്ച് നിൽപ്പുണ്ടെങ്കിൽ അച്ഛൻ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങനെ തിരിച്ചു പോകാനുള്ളതല്ല നിന്റെ ജീവിതം. നിന്റെ ദൈവം തമ്പുരാൻ നിന്നെ ജീവൻ മറന്നുപോകരുത്. പ്രിയമുള്ളവരെ, സകലതും അവസാനിച്ചു. പഴയ പടകും വലയും ഒക്കെ എടുത്തു പോകുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് തമ്പുരാൻ ഓടി വരുന്നുണ്ട്. അങ്ങനെ പോകാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. അങ്ങനെ അവസാനിപ്പിച്ച് നിർത്താനുള്ളതല്ല നിന്റെ ജീവിതം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, അങ്ങനെയാണെങ്കിൽ ആരാണ് ഏലിയാവിന്റെ ദൈവം? ജീവനിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുന്നവനാ. പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്തുന്ന പ്രതീക്ഷയിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നവനാ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. എല്ലാം അസ്തമിച്ചു. പിന്നെയും ആ മക്കളെയും എന്റെ ദൈവം തമ്പുരാൻ ഇത്രത്തോളം സൂക്ഷിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്നെ എത്രത്തോളം സൂക്ഷിക്കാൻ മതിയായ ഒരു ദൈവമാണ് നിന്റെ ദൈവമെന്ന് നീ മറന്നു പോകരുത്. അവസാനിച്ചെന്ന് മനുഷ്യർ പറയും, പക്ഷെ നിന്റെ തമ്പുരാൻ പറയത്തില്ല. കാരണം അങ്ങനെ ഒരു വാക്കില്ല അവന്റെ നിഘണ്ടുവിൽ. അവൻ അവിടെ നിന്ന് തുടങ്ങുന്ന ദൈവമാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മാവേലിക്കരക്കാരനൊരു സാറിന്റെ കഥ പറയട്ടെ. മാവേലിക്കരയിലുള്ള ഒരു സാറ് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കാം, പ്രൊഫസർ കോശി തലയ്ക്കൽ സാർ. പ്രൊഫസർ കോശി തലയ്ക്കൽ സാറിനെ നിങ്ങൾക്കറിയാം, മാവേലിക്കരക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം CSI സഭാ വിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞുമോള് അദ്ദേഹത്തിന്റെ പള്ളിക്കാരിയാണ്. കുഞ്ഞുമോളെ വിവാഹം കഴിച്ചു. അദ്ദേഹം മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ അധ്യാപകനാണ്. ഒരു ദിവസം ഓണ അവധി കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പഠിപ്പിക്കാൻ കോളേജിലോട്ട് പോകുമ്പോൾ ഭാര്യ പറഞ്ഞു, നാളെ ഒരു അവധി എടുത്തിട്ട് വരണം. ഉടനെ സാറ് ചോദിച്ചു, അതെന്തിനാ അവധി? ഇത്രയും ദിവസം ഞാൻ കൂടില്ലായിരുന്നോ? നാളെ ഒരു അവധി എടുക്കുന്നേ. പിറ്റേ ദിവസം ഒരു അവധിയൊക്കെ എടുത്ത് അദ്ദേഹം വീട്ടിൽ വന്നു. ഉച്ചയായി
വീട്ടിൽ പാചകമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഒരു സന്തോഷത്തിന് അവധി എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഉച്ചയായപ്പോൾ ഭാര്യയ്ക്ക് ഒരു നെഞ്ചിനകത്ത് വേദന. നെഞ്ചിനകത്ത് വേദന അല്പം കൂടെ കഴിയുമ്പോൾ കലശലായി. തൊട്ടടുത്ത ആശുപത്രിയിലേക്ക്. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കാർഡിയാക് പ്രോബ്ലം ഒന്നുമല്ല, തിരിച്ചു വീട്ടിൽ പോക്കോ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. രാത്രിയിൽ നെഞ്ചിനകത്ത് വേദന കലശലായി. ഏറ്റവും അവസാനം പിറ്റേ ദിവസം രാവിലെ ഒട്ടും സഹിക്കാൻ പറ്റാതെ ഭാര്യയുമായി ആംബുലൻസിൽ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റലിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ ചെന്ന് നേരെ CCUലേക്ക്, കൊറോണറി കെയർ യൂണിറ്റിലേക്ക്. അവർ പറഞ്ഞു വൈകിപ്പോയി, കാരണം മേജർ അറ്റാക്ക് ആയിരുന്നു. 6 മണിക്കൂറിനുള്ളിൽ കൊടുക്കേണ്ട ഒരു മരുന്ന് ഇപ്പോൾ 16 മണിക്കൂർ കഴിഞ്ഞു. ഇനി ആ മരുന്ന് ഫലിക്കുമോ എന്ന് പോലും അറിയത്തില്ല. അവർ അകത്തേക്ക് കയറ്റി, CCUവിനകത്തേക്ക് കയറ്റി. അതിന്റെ പുറത്ത് കോശി തലയ്ക്കൽ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. ഏറ്റവും അവസാനം ഡോക്ടർമാർ ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല, ഈ മരുന്നേക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം ഇതുവരെ ആ ശരീരം ആ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു. ഇനി പ്രാർത്ഥിക്കാം, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പ്രാർത്ഥിക്ക്, ദൈവം തമ്പുരാൻ അത്ഭുതം ചെയ്യട്ടെ. അല്ല എങ്കിൽ ഒരുപക്ഷെ ഭാര്യ തിരിച്ചു കിട്ടുമോ എന്ന് പോലും ഞങ്ങൾക്ക് ഉറപ്പില്ല. ആ മനുഷ്യൻ അന്ന് ആ ആശുപത്രിയുടെ ഇടനാഴിയിൽ അദ്ദേഹം അവിടെ ഇരുന്ന് ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ എഴുതി, ദൈവമേ, നന്മയായാലും തിന്മയായാലും നീ എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചോളാം, എനിക്ക് സങ്കടമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ രാത്രി മുഴുവൻ വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ആരൊക്കെയോ CCUവിനകത്തേക്ക് കയറി പോകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ ഇറങ്ങി വന്നിട്ട് ഈ സാറിനോട് പറയുന്നുണ്ട്, സാറേ, ദൈവം പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, സാറിന്റെ ഭാര്യ മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി, ജീവനിലേക്ക് സാറിന്റെ ഭാര്യ തിരിച്ചു വരുന്നതായിട്ടുള്ള സൂചനകൾ കിട്ടിത്തുടങ്ങി. ഉടനെ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അടുത്ത ഒരു പേപ്പർ കീറി. എന്നിട്ട് ആ മനുഷ്യൻ എഴുതി, ദൈവമേ, ഇന്നലെ ഞാൻ എഴുതിയത് തെറ്റായിപ്പോയി, ഇന്നലെ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, നന്മയായാലും തിന്മയായാലും എന്ത് നീ തന്നാലും ഞാൻ സ്വീകരിച്ചോളാമെന്ന്. ആ മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി, നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, യേശു അവനാരിലും വലിയവൻ, യേശു അവനാരിലും മതിയായവൻ. അദ്ദേഹം എഴുതിയ പാട്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ പാടുന്നുണ്ട്. നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ, തന്റെ ഭാര്യയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവനിലേക്ക് മടക്കി വരുത്തിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മനുഷ്യൻ എഴുതി വെക്കുകയാണ്, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഈ പ്രതിസന്ധിയിൽ പതറിപ്പോയി ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിന്റെ ദൈവം തമ്പുരാൻ നന്മയല്ലാതൊന്നും ചെയ്യുന്ന ദൈവമല്ല. അവൻ എന്ത് ചെയ്താലും നിനക്ക് നന്മയാ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. ഒരു മനുഷ്യനിരുന്ന് വലിയ വായിൽ കരയുകയാ. പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ കരഞ്ഞത്? ആ മനുഷ്യൻ പറയുന്നുണ്ട്, അച്ഛോ, വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരക്ക് പിടിച്ച പട്ടണത്തിൽ എന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ വന്ന് വണ്ടി ഇറങ്ങിയതാച്ചു. എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് അറിയത്തില്ല, നയാ പൈസ ഇല്ല കയ്യിൽ. ഏറ്റവും അവസാനം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പഴയ സൈക്കിള് കിട്ടി. അതിന്റെ പുറകിൽ ഒരു കെറ്റിലെടുത്ത് വെച്ചു, അതിനകത്ത് മുഴുവൻ ചായ നിറച്ചു. എന്നിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ചായ വിറ്റ് നടന്നു. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും റെയിൽവേ സ്റ്റേഷനിൽ ഒരു മൂലക്കിരുത്തി. ആ കിട്ടുന്ന പണം കൊണ്ട് പതുക്കെ അവിടെ നിന്ന് വളർന്ന് ബിസിനസ്സായി. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു കോടീശ്വരനായി. ആ മനുഷ്യൻ ആ പള്ളിയുടെ മുറ്റത്ത് തന്നെ ഇറക്കി നിർത്തിയിട്ട് കൈവീശി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ചോ, ദോ കാണുന്ന മുഴുവൻ എന്റെ കുഞ്ഞുങ്ങളെ അച്ചു. എന്നിട്ട് ആ മനുഷ്യൻ വലിയവായി കരയാം. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്റെ അച്ചോ, വർഷങ്ങൾക്ക് മുമ്പ് സകലതും അവസാനിച്ച ഒരു മനുഷ്യനാച്ചോ ഞാൻ. 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിതം പോലും മടുത്തുപോയ ഒരു മനുഷ്യനാച്ചോ ഞാൻ. പക്ഷെ എന്റെ ദൈവം തമ്പുരാൻ എന്നെ അവിടെ വിട്ടില്ലച്ചോ. എന്റെ ദൈവം തമ്പുരാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ സമ്മതിച്ചില്ല അച്ചോ. എന്റെ ദൈവം തമ്പുരാൻ ഇത്രത്തോളം സന്നിഗ്ധമായി ഞാൻ പറയട്ടെ, ഇത്രത്തോളം നിന്നെ നടത്തിയ ഒരു ദൈവത്തെ നീ മറന്നുപോകരുത്. അവൻ നീ അവസാനിച്ചതെന്ന് കരുതിയെടുത്തുന്ന് ആരംഭിച്ച ദൈവമാ. നീ അവസാനിച്ചെടുത്തുന്ന് കരുതിയെടുത്തുന്ന് ആരംഭിച്ച ദൈവമാ നിന്റെ ദൈവം തമ്പുരാൻ. ആ ദൈവത്തിന്റെ കയ്യിൽ നമുക്ക് ഈ ഇടവകയെ സമർപ്പിക്കാം. ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമുക്ക് ആദ്യം പ്രതിഷ്ഠിക്കാം. പ്രതിസന്ധിയല്ല, ഈ കോവിഡ് നിനക്കൊരു ഭാരമല്ല. കാരണം നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. അബൈഡിങ് പ്രസൻസ് ഓഫ് ദൈവത്തെ ഒന്ന് മനസ്സറിഞ്ഞ് ആ ചോദിച്ചതുപോലെ അടച്ചിട്ട് അകക്കണ്ണ് തുറന്നൊന്ന് നോക്കിക്കേ. നിന്റെ അടുത്ത് നിപ്പുണ്ട്, നിന്റെ ചാര നിപ്പുണ്ട്. ഏലിയാവിന്റെ ദൈവം നിന്റെ കുഞ്ഞിന്റെ അടുത്ത് നിപ്പുണ്ട്, നിന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിപ്പുണ്ട്, നിന്റെ വീടിനകത്ത് നിപ്പുണ്ട് ഏലിയാവിന്റെ ദൈവം. പ്രസംഗിക്കുന്ന അച്ഛന്റെ ഈ മുറിക്കകത്ത് നിപ്പുണ്ട് ഏലിയാവിന്റെ ദൈവം. അതെ, അടുത്ത് നിൽക്കുന്ന ദൈവം അടിച്ചപ്പോൾ വെള്ളം 2ആയിട്ട് പിരിഞ്ഞു.
വെള്ളം രണ്ടായിട്ട് പിരിഞ്ഞു. പാർട്ട് ടു വൺ സൈഡ് ആൻഡ് ടു ദ അതർ. രണ്ട് സൈഡിലേക്ക് മാറിപ്പോയി. അതെ, ഇന്ന് രാത്രി ആ ദൈവം ഇറങ്ങി വന്നിരിക്കുക. പിലായി മാർത്തോമ ഇടവകയുടെ കൺവെൻഷനിൽ ആ ദൈവം ഇറങ്ങി വന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വർഷം മുഴുവൻ എന്റെ ദൈവാലയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകേണ്ടതിനായി ഞാൻ എന്ത് ചെയ്യണം? ദൈവമേ, എന്റെ യാഗപീഠങ്ങളെ പണിയണം. യു ഹാവ് ടു റീകൺസ്ട്രക്ട് ദ ഓൾട്ടർ. നിന്റെ യാഗപീഠങ്ങളെ പണിയണം. അത് നിന്റെ സഹോദരനുമായിട്ടുള്ള ബന്ധമാവാം, അത് നിന്റെ കൂടപ്പിറപ്പുമായിട്ടുള്ള ബന്ധമാവാം, അത് നിന്റെ പള്ളിക്കാരനുമായിട്ടുള്ള ബന്ധമാകാം, അത് നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാകാം. പണിതേ മതിയാവൂ, പണിതേ മതിയാവൂ. നിന്റെ യാഗപീഠം തകർന്നു പോയെങ്കിൽ ഇന്ന് രാത്രി നീ അതിനെ പണിയണം. നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അപ്പനെ അമ്മയും കണ്ട് കുഞ്ഞുങ്ങൾ വളരണം, മക്കൾ കാണണം. പ്രിയപ്പെട്ട അപ്പനമ്മമാരെ, നിങ്ങൾക്കറിയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണണം. അങ്ങനെയുള്ള തലമുറ നശിച്ചു പോകില്ല, അങ്ങനെയുള്ള തലമുറ നശിച്ചു പോകില്ല. അവരെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ജീവനിലേക്ക്. ഈ കോവിഡ് കാലം അവസാനമല്ല, ഈ കോവിഡ് കാലം അന്ത്യമല്ല, ഇത് തുടക്കമാ. എന്റെ ദൈവം തുടങ്ങുകയാ. ഒരു കോവിഡിന് തകർക്കാനുള്ളതല്ല നിന്റെ ജീവിതം, ഒരു പ്രതിസന്ധിക്ക് തകർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നീ ദൈവ വൈതലാ. ദൈവം തമ്പുരാന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ആ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു, യേശു അവനാരിലും വലിയവൻ. നമുക്ക് സ്തുതിക്കാം, ആ തമ്പുരാനെ മഹത്വപ്പെടുത്താം. സകല കുടുംബങ്ങളെയും ദൈവസന്നിധി പ്രതിഷ്ഠിക്കാം, ഇടവകയെ സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഇടവകയുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ ഇടവകയിലെ അംഗങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളിൽ മേൽ കരുണ തോന്നണമേ. ദൈവമേ, ഞങ്ങളുടെ ഇടവക പട്ടക്കാരന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ദൈവമേ, ഞങ്ങളുടെ സഭയുടെ മേൽ കരുണ തോന്നണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് ആ ഏലിയാവിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവസാനിക്കാം. കർത്താവേ, ഞങ്ങളോട് ഉത്തരവരണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരവരണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളോട് ഉത്തരവരണമേ. ആമേൻ. ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷയിൽ എന്നെ ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച നിങ്ങൾ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. 64ാമത് ഇടവക ദിനം ആഘോഷിക്കുന്ന ഇടവകയ്ക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, ഇടവകയുടെ പേരിൽ ഒത്തിരി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ജോബി അച്ഛനോടും കുടുംബത്തോടുള്ള സ്നേഹാദരവുകൾ അറിയിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും ആ ഇടവകയ്ക്ക് നല്ല നേതൃത്വം നൽകാൻ തമ്പുരാൻ തുടർന്ന് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ കൺവെൻഷനും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇതിനെല്ലാം സപ്പോർട്ടും തന്ന ടെക്നിക്കൽ ടീമിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചനം ശ്രവിക്കുവാനായിട്ട് സാധിച്ചല്ലോ. വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുന്നതിനായിട്ട് ഡോക്ടർ സുജ വർഗീസ് അവരുകളെ ക്ഷണിച്ചോളൂ. Praise the Lord. Respected Reverend Joby John, Speaker of Annual Convention, Reverend Santosh Casey, Sunday School Headmaster, Mr. Jacob Matthew, all Sunday School teachers, my church members, on behalf of Sunday School, it's my privilege to express my sincere thanks to one and all present here. Let me take this precious moment to thank our Almighty God for giving me this opportunity to speak on this occasion. I like to thank our convention speaker, Santosh Achan, for giving us a fruitful message and showing us a right path through his message. Thank you, Achan. I would like to express my sincere thanks to Joby John Achan for all his guidance and support and making this program a success. Thank you, Achan. I would like to thank our headmaster, Mr. Jacob Matthew, for his constant support throughout this session and for today's program. I take this opportunity to thank all our Sunday school teachers for their cooperation and support, especially in Bible reading and prayer. I also thank our Sunday school choir for leading today's program and enlightening this session. I would like to thank Mr. Koshi Cherian, Mr. Benny Paul, Mr. Reggie Chaku for their constant support
in conducting this online session. Last but not the least, I would like to thank each and every church member for your cooperation and being a patient listener, without which this convention would not be a grand success. Thank you one and all. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസം ബഹുമാനപ്പെട്ട സന്തോഷ് കെ സി അച്ഛനിലൂടെ ദൈവവചനം ശ്രവിപ്പാൻ തക്കവണ്ണം നമുക്കൊരു ഭാഗ്യം ലഭിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2 ദിവസക്കാലം പ്രിയപ്പെട്ട സന്തോഷ് അച്ഛനിലൂടെ ലഭിച്ച നല്ല ദൂതനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ എനർജിയോടുകൂടി ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം ചിന്തിക്കുമായിരുന്നു, അച്ഛൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചു. പ്രിയപ്പെട്ട അച്ഛനെ കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചിലവാക്കിയതിന് പ്രിയപ്പെട്ട അച്ഛനോട് ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതിന് എല്ലാ ക്രമീകരണങ്ങളും നടത്തപ്പെടുവാനായിട്ട് സാധിച്ചു. നാളത്തെ മീറ്റിംഗ് വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്നത്രയും 7 മണിക്ക് ബഹുമാനപ്പെട്ട ജോൺ കോശി സാറാണ് ചെന്നൈയിൽ നിന്ന് അദ്ദേഹം വചന ശുശ്രൂഷ നിർവഹിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അതിൽ സംബന്ധിപ്പാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമ്മളിപ്പോൾ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് മിനു ജേക്കബ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണയ്ക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, കർത്താവെ, വീണ്ടും ഈ സന്ധ്യാസമയത്ത് ഈ രാത്രിയുടെ ഈ യാമത്തിൽ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനങ്ങൾ ധ്യാനിക്കുവാനും ആ വചനത്തിൽ നിന്ന് കേൾക്കുവാനും ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് കേൾപ്പിച്ച വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ അത് ഞങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യുവാനും പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. കേൾപ്പിച്ച അങ്ങയുടെ ദാസന് വേണ്ടി സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദാസനെ കർത്താവെ കൂടുതൽ വചനങ്ങൾ പ്രഘോഷിപ്പിക്കുവാനും കൂടുതൽ ആത്മാക്കളെ നേടുവാനും സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ യാഗപീഠത്തിലോട്ട് തിരിച്ചു വന്നു കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ഉറ്റിരുന്നു കർത്താവെ. അങ്ങയുടെ കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഇത്രയും നാൾ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എല്ലാ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ 1 വർഷം കാലം കൂടെ കർത്താവെ ഞങ്ങൾക്ക് കൺവെൻഷനായിട്ട് കൂടുവാനും വചനങ്ങൾ കേൾക്കുവാനും ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വികാരി അച്ഛനായ ജോബി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. 1 വർഷം കൂടെ കർത്താവെ ജന്മദിനം ആഘോഷിക്കുവാൻ അച്ഛനെ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു കർത്താവെ. ജീവിതത്തിൻ്റെ ഇത്രയും കാലം കർത്താവെ അങ്ങ് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അച്ഛനെ കാത്തു പരിപാലിച്ചു. ചിറകിൻ കീഴിൽ കാത്തു പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ വയൽവേലകളിൽ കർത്താവെ അച്ഛൻ പ്രവർത്തിക്കുവാനും കൂടുതൽ ആത്മാക്കളെ നേടുവാനും സഹായിക്കണമേ കർത്താവെ. ഈ ഇടവകയിലെ ഓരോരുത്തരെയും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രായമുള്ളവരെയും രോഗത്തിലിരിക്കുന്നവർക്കും കർത്താവെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേണ്ടുന്നതായ രോഗസൗഖ്യങ്ങളും സഹായങ്ങളും അവർക്ക് കൊടുക്കണമെന്ന് കർത്താവെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തർക്കും കർത്താവെ വേണ്ടുന്നതായ കാവലും കരുതലും അനുഗ്രഹങ്ങളും കൊടുത്ത് സഹായിക്കണമേ കർത്താവെ. സർവവും യേശുവിൻ്റെ നാമത്തിൽ താഴ്മയാചിക്കുന്ന കൃപയോട് കേട്ടുത്തരം മറലുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സർവദോഷങ്ങളും രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നാം എല്ലാവരോടും കേട്ട ദൈവവചനത്തോടും
പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ശുശ്രൂഷകളിലും യാത്രകളിലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ഈ മീറ്റിങ്ങിൽ വിവിധ മേഖലകളിൽ ഇരുന്ന് സംബന്ധിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.